ഇന്ന് രാത്രി നാടിനുള്ള നിങ്ങൾക്കുള്ള ദൈവത്തിൻ്റെ ദൂത് സ്തോത്രത്തോടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദൈവമായ കർത്താവ് തരാതിരിക്കുകയില്ല. ഈ യോഗം പ്രാർത്ഥനയുടെ ഫലമായി ക്രമീകരിച്ചതാണെങ്കിൽ ഇതിനകത്ത് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെന്ന് എത്ര ദൈവമക്കൾ മനസ്സിലാക്കുന്നുണ്ട്? അവർ കരമുയർത്തി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവം അത് ചെയ്യട്ടെ എന്ന് ഞാനും പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവചനത്തിലേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പ് പ്രസംഗത്തിൻ്റെ സുവിശേഷ പ്രസംഗത്തിൻ്റെ പ്രാധാന്യത, സ്തോത്രം, മറ്റിതര പ്രസംഗങ്ങളെക്കാൾ ദൈവവചന പ്രഭാഷണത്തിൻ്റെ പ്രത്യേകത എന്താണ്? സ്തോത്രം, വർഷങ്ങൾക്ക് മുമ്പ് 10-25 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കാൻ ദൈവമായ കർത്താവ് എനിക്ക് അവസരം തന്ന കാലഘട്ടം മുതൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചോദിക്കുകയും ചെയ്തത് ചോദ്യമാണ്. 1-1.5 മണിക്കൂർ ഇതുപോലെ ആളുകളെ വിളിച്ചു വരുത്തി ചെലവേറിയ അന്തരീക്ഷത്തിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചാൽ കേൾവിക്കാരായിരിക്കുന്ന ആളുകൾക്ക് ഈ വചനത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗമെടുത്ത് പ്രസംഗിച്ചാൽ എന്ത് പ്രയോജനമെന്ന ചോദ്യം. സ്തോത്രം, ആ ചോദ്യത്തിൻ്റെ മറുപടി വേദപുസ്തകം തന്നെ തന്നു. അതിലൊരു വാക്ക് മാത്രം നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് കുറിവാക്യത്തിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഒരുപാട് പ്രസംഗങ്ങൾ നടക്കുന്ന, ഒരുപാട് പ്രസംഗികരുള്ളൊരു നാട്ടിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. വിശേഷിയ കേരളം പോലത്തെ സമുന്നതരായിരിക്കുന്ന ആളുകൾ ജീവിച്ചിരിക്കുന്ന, സ്തോത്രം, ഈ ആളുകൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളിവിടെ ആയിരിക്കുമ്പോൾ കൊട്ടാരക്കരയും പരിസരത്തുള്ള ആളുകൾ നിശ്ചയമായിട്ടും ഒരുപാട് പ്രസംഗങ്ങൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രസംഗങ്ങൾ, മതപ്രസംഗങ്ങൾ, സാംസ്കാരിക പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുള്ളവരാണ്. ആ പ്രസംഗങ്ങൾക്കൊക്കെ സാക്ഷികളായിട്ടുള്ളവരാണ്. എന്നാൽ ഇന്ന് രാത്രിക്കാലം ഇവിടെ നടക്കുന്ന സുവിശേഷ പ്രസംഗത്തിന് ഒരു രാഷ്ട്രീയ പ്രസംഗത്തേക്കാൾ, മതപ്രസംഗത്തേക്കാൾ, ഒരു സാംസ്കാരിക പ്രസംഗത്തേക്കാൾ എന്താണ് പ്രത്യേകത, എന്താണ് വ്യത്യസ്തത എന്നതിനെക്കുറിച്ച് എൻ്റെ കേൾവിക്കാരായിരിക്കുന്ന ആളുകൾ, സ്തോത്രം, പതിവായി കേൾക്കുന്നവരും അതല്ലെങ്കിൽ ആദ്യമായി സുവിശേഷം ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഈ പരിസരത്തോ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ അതൊന്ന് പെടുത്തുന്നത് നന്നായിരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇവിടെ ഇരിക്കുമ്പോൾ എന്നെ പ്രേരിപ്പിച്ചതുകൊണ്ട് ഞാൻ ആ കാര്യം ഒന്ന് പറഞ്ഞിട്ട് കുറിവാക്യത്തിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. എൻ്റെ അനുഭവത്തിൽ നിന്ന്, ഇവിടെ ഇരിക്കുന്ന കർത്തൃദാസന്മാരുടെ അനുഭവത്തിൽ നിന്നും പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ ദൈവവചനം പറഞ്ഞപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ, ആളുകൾക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് പറയാൻ ഒത്തിരി കാണുമെങ്കിലും ഈ കാര്യത്തെക്കുറിച്ച് ഒരു യാത്രാ വിവരണത്തെക്കാൾ, ഒരനുഭവത്തെക്കാൾ വേദപുസ്തകം പറയുന്ന സാക്ഷ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ള ചിന്ത എൻ്റെ അകത്ത് കിടക്കുന്നത് കൊണ്ട് വേദപുസ്തകത്തിൽ നിന്ന് പറയാം എന്താണ് സുവിശേഷ പ്രസംഗത്തിൻ്റെ പ്രത്യേകത എന്ന്. അതിനൊരു വേദഭാഗം ഞാൻ നിങ്ങളോട് പറയാം, വായിക്കണമെന്നില്ല. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങൾ, അവസാനത്തെ 2 വാക്യങ്ങളാണ് സുവിശേഷത്തിൻ്റെ. വായിക്കണ്ട, ഞാൻ പറഞ്ഞുവിടാം. ആ വാക്യം ശ്രദ്ധിച്ചാൽ ഇങ്ങനെ കാണാൻ കഴിയും. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളിച്ചത് ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്നു, ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്നു. മർക്കോസ് എന്ന സുവിശേഷത്തിൻ്റെ എഴുത്തുകാരൻ തൻ്റെ സുവിശേഷം എഴുതി അവസാനിപ്പിക്കുന്നത് വളരെ ഭംഗിയായിട്ടാണ്. അത്രയും എഴുതിയാൽ ഏറ്റവും നല്ലൊരു കൺക്ലൂഷനായി. യേശുക്രിസ്തുവിനെക്കുറിച്ച് എഴുതിയിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഇങ്ങനെ കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു ദിവസം വന്ന് സ്വർഗത്തിലേക്ക് പോയി എന്നുള്ളതല്ല. കർത്താവ്, സ്തോത്രം, ഇവിടെ വന്നത് ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നവനാണ് കർത്താവായ യേശു. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? അവർ നന്ദിയോടെ ദൈവത്തെ ഒരിക്കൽ കൂടി ശ്രദ്ധയോടെ സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, ഇവിടെ വന്നിട്ട് ദൈവമായവനല്ല, കോടാനുകോടി ദൂതന്മാർ സ്വർഗത്തിൽ ആരാധിച്ചിരുന്ന, സ്വർഗത്തിൻ്റെ മണിമകുടമായിരുന്ന, ഉണ്ടാകട്ടെ എന്നൊരു വാക്ക് കൽപ്പിച്ചപ്പോൾ സകലത്തെയും ഉളവാക്കിയവനായ, സ്തോത്രം, പരിശുദ്ധനായ, പരിപാവനായ, സ്വർഗത്തെക്കാൾ ഉന്നതനായ മഹാദൈവം മനുഷ്യനായി ഭൂമിയിൽ വരേണ്ടി വന്നു. എന്താണ് കാരണം? സ്തോത്രം, പഴയ നിയമകാലത്ത് അഥവാ മനുഷ്യന് ദൈവമായ കർത്താവ് കൊടുത്ത പൂർവ്വകാലത്ത് അവരർപ്പിക്കപ്പെട്ട യാഗങ്ങൾക്കും വഴിപാടുകൾക്കും കർമ്മങ്ങൾക്കും നേർച്ചകാഴ്ചകൾക്കും മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്താനോ സമാധാനം കൊടുക്കാനോ കഴിയാതെ പോയപ്പോൾ മനുഷ്യനോടുള്ള അഗാധമായിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് സ്വർഗസ്ഥനായ ദൈവം തന്നെ മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി തൻ്റെ ചങ്കിലെ ചോര കൊടുക്കാൻ വേണ്ടി ജഡമെടുത്ത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനാകയാൽ യേശുക്രിസ്തു അഥവാ ദൈവം ജഡമെടുത്ത് ലോകത്തിൽ വന്നു. കർത്താവായ യേശു എന്ന പേരിൽ 33.5 വർഷക്കാലം, സ്തോത്രം, 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിൽ ഒരുവനെ പോലെ ഭൂമിയുടെ മധ്യഭാഗത്ത് പലസ്തീനിൽ ജീവിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. നാടെങ്ങും നന്മ ചെയ്തുകൊണ്ട് താൻ ദൈവമാണെന്ന് തെളിയിക്കാൻ ഒരുപാട് അത്ഭുത പ്രവൃത്തികൾ ചെയ്തു. സ്തോത്രം, രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, എന്തിനേറെ പറയുന്നു, മരിച്ചവരെ പോലും ഉയർപ്പിച്ചു. തൻ്റെ ആയുസിൻ്റെ ഏറ്റവും നല്ല പ്രായം 33.5 വയസ്സ് പ്രായം, നല്ല യൗവന പ്രായത്തിൽ കർത്താവായ യേശു,
സ്തോത്രം തൻ്റെ അവസാന പെസഹ രാത്രി തൻ്റെ അരിമ ശിഷ്യന്മാരുമായി യെരുശലേമിലുള്ള മാളികമുറിയിൽ പെസഹ ആചരിച്ചനന്തരം സ്തോത്രം ആ മാളികമുറിയിലെ പടിക്കെട്ടുകൾ ഇറങ്ങി താഴേക്ക് വന്ന് തൻ്റെ ശിഷ്യന്മാരെ കെട്ടിപ്പിടിച്ച് സ്തോത്രഗീതം പാടിയ ശേഷം താൻ പതിവായി പ്രാർത്ഥിക്കാൻ പോകാറുള്ള ഒലിവുമലയിലെ ഗെത്സമനെ എന്നറിയപ്പെടുന്ന പാറക്കെട്ടുകൾ നിറഞ്ഞ ആ തോട്ടത്തിലേക്ക് ചെന്നു. യേശു പാറമേൽ കമന്ന് കിടന്ന് മനുഷ്യവർഗത്തിൻ്റെ പാപമേറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന രംഗം ലൂക്കോസ് എഴുതിയിട്ടുണ്ട്. ഞാനൊന്ന് വിവരിക്കാം ചുരുങ്ങിയ വാക്കുകളിൽ. എന്നെ ശ്രദ്ധിച്ചിരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി കേൾക്കണേ. ആ രാത്രി അല്ലെങ്കിൽ സ്തോത്രം ആ സമയത്ത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ പാറമേൽ കമന്ന് കിടന്നുകൊണ്ട് ഗെത്സമന തോട്ടത്തിൽ യേശു പ്രാർത്ഥിക്കുകയാണ്. അവിടെ വെച്ചാണ് മനുഷ്യൻ്റെ പാപം സ്തോത്രം ആലങ്കാരിക ഭാഷയിൽ എഴുതിയിരിക്കുന്നത്. സ്തോത്ര പാപം കലർന്ന പാനപാത്രം യേശുക്രിസ്തു ഏറ്റുവാങ്ങി. പാപമില്ലാത്ത പരിശുദ്ധൻ മനുഷ്യൻ്റെ പാപമേറ്റെടുത്തപ്പോൾ പാപത്തിൻ്റെ ഭയാനകത കൊണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, പാപത്തിൻ്റെ ഭയാനകത കൊണ്ട് യേശുവിൻ്റെ രക്തധമനികൾ പൊട്ടി രോമകൂപത്തിലൂടെ വേർപ്പ് തുള്ളിക്ക് പകരം രക്തത്തുള്ളികൾ ഇറ്റിറ്റ് വീണു. നിങ്ങൾ ശ്രദ്ധിച്ചേ, അത്ര ഭയങ്കരമാണ് പാപം. ഇന്ന് രാത്രി ഞാനിത് പറയുമ്പോൾ കഥ പറയുന്നത് പോലെ അല്ല, എൻ്റെ അകം കൊണ്ട് പ്രാർത്ഥിക്കുന്നു. മനുഷ്യനെ ഇതുപോലെ ഇഞ്ചിഞ്ചായി ഇല്ലാതാക്കുന്ന, നിഷ്ഫലനാക്കി കളയുന്ന പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കാൻ വേണ്ടി ചങ്കിലെ അവസാനതുള്ളി ചോര വരെ ഊറ്റി ഒഴിച്ച യേശുക്രിസ്തുവിൻ്റെ ചങ്കിലെ ചോരയുടെ ശക്തി മേലിരയിൽ ചില കുടുംബങ്ങൾക്ക് വേണ്ടി ശക്തമായി ഫലിക്കണമെന്ന് ആത്മാവിൽ ഈ പുൽപ്പറ്റിൽ നിന്ന് പറയുമ്പോൾ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവേ ഈ നാട്ടിൽ ചിലരുടെ മേൽ യേശുവിന്റെ രക്തം ഫലിക്കണം. ഹല്ലേലൂയ. അത് രോഗസൗഖ്യമായിട്ടോ പാപമോചനമായിട്ടോ ശാപങ്ങളുടെ മോചനമായിട്ടോ എന്തു തന്നെയാണെങ്കിലും ഈ ദിവസത്തെ ഈ അനുഗ്രഹീതമായിരിക്കുന്ന ക്രൂസൈഡ് കൊണ്ട് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബാക്കി കൂടി തുടരുകയാണ്. സ്തോത്ര. ഹല്ലേലൂയ. അങ്ങനെ രക്തധമനികളിലൂടെ രോമകൂപങ്ങളിലൂടെ വേർപ്പുതുള്ളികൾക്ക് പകരം രക്തത്തുള്ളികൾ ഇറ്റിറ്റ് വീഴാൻ തുടങ്ങിയപ്പോൾ കർത്താവ് സ്തോത്ര ഹല്ലേലൂയ വാവിട്ട് നിലവിളിച്ചു പിതാവിനോട് പറഞ്ഞ് നിലവിളിക്കുന്നൊരു ഭാഗമാണ് സുപ്രസിദ്ധമായിരിക്കുന്ന ഭാഗം. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. സ്തോത്ര. ഹല്ലേലൂയ എന്ന ആ വാക്കിനെ അമിത കൃതൃപ്പുകാരായിരിക്കുന്ന നിരീശ്വരവാദികളും അല്ലാത്ത ആളുകളും എൻ്റെ യേശുവിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സാത്താൻ്റെ സഹായത്തോടുകൂടി ദുർവ്യാഖ്യാനം ചെയ്യുകയും സ്തോത്രം കർത്താവിനെക്കുറിച്ച് സ്തോത്രം ആ കാര്യത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അഥവാ യേശുക്രിസ്തു കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ എന്ന് ഗെത്സമന തോട്ടത്തിൽ വെച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞത് ക്രൂശിലേക്ക് പോകാൻ ഭയമായതുകൊണ്ടും മരിക്കാൻ പേടിയായതുകൊണ്ടും ക്രൂശിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി, അഥവാ ക്രൂശ് മരണം വരിക്കാതിരിക്കാൻ വേണ്ടി യേശു ക്രൂശ് നീങ്ങിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിച്ചതാണ് എന്ന് സ്തോത്രം പറയുകയും അങ്ങനെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളില്ലാകിയില്ല. എൻ്റെ കേൾവിക്കാരായിരിക്കുന്ന നിങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് എന്ത് വിചാരിച്ചിരിക്കുന്നു എനിക്കറിയില്ല. ആ കാര്യത്തെക്കുറിച്ച് ദൈവാത്മാവ് എന്നെ ഓർപ്പിക്കുന്നു, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ബോധ്യം വരുത്താൻ. യേശുക്രിസ്തു മരിക്കാൻ വേണ്ടി വന്നവനാണ്, വെറുതെ മരിക്കാനല്ല, മനുഷ്യരാശിക്ക് വേണ്ടി പകരം മരിക്കാൻ വന്നവനാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എനിക്കും നിങ്ങൾക്കും വേണ്ടി പകരം മരിക്കാൻ വേണ്ടി വന്നവനാണ് കർത്താവായ യേശു. ഹല്ലേലൂയ. ക്രൂശിലേക്ക് പോകുന്നതെന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് വന്നവനാണ് യേശു. പിന്നെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് പ്രാർത്ഥിച്ചത് ക്രൂശിലേക്ക് പോകാതിരിക്കാനല്ല, പിന്നെ എന്തിനാണ്? യേശു ആ പാറമേൽ രക്തധമനികൾ പൊട്ടി താൻ ക്ഷീണിതനായി വേർപ്പുതുള്ളികൾക്ക് പകരം രക്തത്തുള്ളികൾ ഇറ്റിറ്റ് വീഴാൻ തുടങ്ങിയപ്പോൾ ഒരുപക്ഷെ എഴുന്നേറ്റ് നിൽക്കാൻ ത്രാണിയില്ലാത്ത ലൂക്കോസ് എഴുതിയിരിക്കുന്ന ഭാഗം വായിച്ചാൽ കാണാൻ കഴിയും. ത്രാണിയില്ലാതെ കർത്താവ് ഒരുപക്ഷെ ആ പാറമേൽ രക്തം വാർന്നൊലുകി അവിടെ കിടന്ന് മരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ യേശുക്രിസ്തു, എന്നെ ശ്രദ്ധിച്ചേ, അങ്ങനെ യേശു ആ പാറമേൽ കിടന്ന് പ്രാർത്ഥനാ സമയത്ത് ആ പാറമേൽ കിടന്ന് മരിച്ചാൽ അതൊരു പാപപരിഹാര മരണമാകില്ല. എത്ര പേർക്ക് മനസ്സിലായി? സ്തോത്രം. ഹല്ലേലൂയ. അവിടെ കിടന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പാറമേൽ കമന്ന് കിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വെച്ച് ഹൃദയം പൊട്ടി അല്ലെങ്കിൽ രക്തധമനികൾ പൊട്ടി മരിച്ചാൽ സ്തോത്രം. ഹല്ലേലൂയ. നാളെ വാർത്ത, അന്ന് വാർത്തയൊന്നുമില്ല, പക്ഷെ എൻ്റെ കേൾവിക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറയാം. നാളെ വാർത്ത വരാൻ പോകുന്നത് സ്തോത്രം പ്രാർത്ഥിച്ച് പാറമേൽ കിടന്ന് ഹൃദയാഘാതമുണ്ടായി മരിച്ചു എന്നേ വരത്തുള്ളൂ. അതൊരു പാപപരിഹാര മരണമാകില്ല. സ്തോത്രം. യേശുക്രിസ്തു ഭൂമിയിൽ വന്നതും നമുക്ക് വേണ്ടി ജീവനെ തന്നതും രക്തമൂറ്റി ഒഴിച്ചതും ഫലകരമായി തീരണമെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട്. നമ്മുടെ പാപം ഏറ്റെടുത്ത് ശരീരത്തിൽ ഘോരമായ പീഡനങ്ങൾ സഹിച്ച് മുൾക്കിരീടം ചൂടി പുറമെല്ലാം അടിച്ചു കീറി നമ്മുടെ അവന്റെ അടിപ്പടലുകൾ നമുക്ക് സൗഖ്യമുണ്ടായി. അങ്ങനെ ഒരു മനുഷ്യൻ നരകത്തിൽ പോയാൽ സഹിക്കേണ്ടത് മുഴുവൻ ഏറ്റുവാങ്ങിക്കൊണ്ട് വേണം എന്റെ യേശു ക്രൂശിൽ മരിക്കാൻ.
ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ പ്രസംഗിക്കുന്ന യേശുവിനെ, ഞങ്ങൾ ഉയർത്തുന്ന യേശുവിനെ എത്ര ദൈവമക്കൾക്ക്, എത്ര ഈ ദേശത്തിലെ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാകുന്നുണ്ട്? എങ്ങനെയെങ്കിലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ച് തല ഊരിയവനല്ലവൻ, പിന്നെയോ മരണത്തിന്റെ കഠോരത മുഴുവൻ ഏറ്റെടുക്കാൻ ഞാനും നിങ്ങളും ഇന്ന് രാത്രികാലം നരകത്തിൽ പോകാതിരിപ്പാൻ, ശാപത്തിൽ ബന്ധിക്കപ്പെടാതിരിപ്പാൻ, നിന്റെ കുടുംബം ഈ ദേശത്ത് നശിച്ചു പോകാതിരിപ്പാൻ എന്തൊക്കെ ചെയ്യാമോ അത് മുഴുവൻ ഏറ്റുവാങ്ങാൻ മനസ്സോടെ വന്നവനാണ് ഞങ്ങൾ ഉയർത്തുന്ന യേശു. അതിൽ അഭിമാനമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി വായടച്ച് മൗനമായിരിക്കരുത്. ഹല്ലേലൂയ. യേശു ഇവിടെ എൻ്റെ ഈ പാനപാത്രം നീങ്ങണമേ എന്ന് പറഞ്ഞത് ക്രൂശ് നീങ്ങാനല്ല, ഇപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ വ്യഥ, ഇവിടെ വെച്ച് വീണു മരിക്കുമെന്നുള്ള ഈ വ്യഥ. സ്തോത്രം. ഈ കാര്യത്തെ ആത്മാവിൽ കണ്ടുകൊണ്ട് എബ്രായ ലേഖനത്തിൻ്റെ എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട്. ആ ഭാഗം വായിച്ചാൽ വേദപുസ്തക പഠിതാക്കൾക്ക്, വായനക്കാർക്ക് കൃത്യമായി മനസ്സിലാകും. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൽ സ്തോത്രം എബ്രായ ലേഖനത്തിൻ്റെ എഴുത്തുകാരൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. യേശു തൻ്റെ ഐഹിക ജീവിതകാലത്ത്, കേൾക്കണമെന്നെ, തന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും സ്തോത്രം ഹല്ലേലൂയ കൂടെ സ്തോത്രം അഭയാചനയോടുകൂടെ നിലവിളിച്ചു. സ്തോത്രം. ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. നിങ്ങൾ ശ്രദ്ധിച്ചേ, അതിനകത്ത് വലിയ തിയോളജിയും വേണ്ട, യുക്തി ഉപയോഗിച്ചാൽ മതി, സാധാരണ ബുദ്ധി. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഐഹിക ജീവിതകാലത്ത് മരണത്തിൽ നിന്ന് വിടുവിക്കാവുന്ന പിതാവിനോട് നിലവിളിച്ചു, ഉത്തരം ലഭിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. ക്രൂശ് നീങ്ങിപ്പോകാനായിരുന്നെങ്കിൽ, ക്രൂശിൽ മരിക്കാനല്ലായിരുന്നെങ്കിൽ ഉത്തരം ലഭിച്ചു എന്ന് എഴുതത്തില്ലല്ലോ. ഉത്തരം ലഭിച്ചു എന്ന് എഴുതിയതെന്താ? പാറമേൽ കമന്ന് കിടന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത്, സ്തോത്രം, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങണമെന്ന് പറയുന്ന സമയത്ത്, സ്തോത്രം, അവിടെ വെച്ച് മരിക്കേണ്ടതാണ്. പക്ഷേ ഗദസമന തോട്ടത്തിൽ വെച്ച് മരിക്കേണ്ട, രക്തം വാർന്നൊലിച്ച് അവിടെ മരിക്കേണ്ട യേശുവിൻ്റെ മരണം അവിടെ വെച്ച് നീങ്ങിപ്പോയി. അതെങ്ങനെ നീങ്ങിപ്പോയി? സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ്? സ്വർഗത്തിൽ നിന്നൊരു ദൂതനെ ദൈവം അയച്ചു, പിതാവ് അയച്ചു. ദൂതൻ വന്ന് യേശുവിനെ തൊട്ട മാത്രയിൽ അവൻ ബലപ്പെട്ട് എഴുന്നേറ്റ് നിന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നോടൊരു ദൂത് പറയാൻ പറയുന്നു. പ്രാർത്ഥനാ മുറിയിൽ ഞരങ്ങുന്ന ആരോ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ചുറ്റുവട്ടത്ത് എവിടെയോ ആരെയോ ഭയപ്പെട്ട് ഇവിടെ വരാതെ അകത്തെ മുറിയിൽ ഏതൊക്കെയോ കാര്യം കൊണ്ട് ദൈവമുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് ഈ ദിവസങ്ങളിൽ കരയുന്ന ആരോ ഈ പ്രദേശത്തുണ്ട്. അവരോട് പറയാൻ സ്വർഗം എന്നോട് ദൂത് പറയാൻ പറയുന്നു. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ തകരുമ്പോൾ, ഹൃദയം പൊട്ടുമ്പോൾ, പാപമൊഴികെ സകലത്തിനും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവർ, പ്രാർത്ഥനാ മുറിയിലെ വേദന അറിയാവുന്നവർ ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. നിന്റെ വിടുതലിന് വേണ്ടിയിട്ടാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് ആത്മാവിൽ വചനത്തിന് ചില വെളിപ്പാടുകൾ തരാൻ തുടങ്ങിയിട്ടുണ്ട്. സ്വർഗം ഇന്ന് രാത്രി ചില കുടുംബങ്ങളിലേക്ക് കയറുകയാണ്. യേശുവിന്റെ നാമത്തിൽ ചില വ്യക്തികളിലേക്ക് പ്രവേശിക്കുകയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥനാ മുറിയിൽ കരയുന്ന, പ്രാർത്ഥിച്ച് ഞരങ്ങുന്ന, ആരും സഹായിക്കാനില്ലാതെ ജീവിതത്തിന്റെ വലിയ കഠോര വേദനകളിൽ നമ്പരപ്പെട്ടിരിക്കുന്ന ആരെയോ തേടി സ്വർഗം വിട്ടിറങ്ങി വന്നവൻ ഇന്ന് രാത്രി മലയോര ഗ്രാമത്തിലേക്ക് വന്നിട്ടുണ്ട്. അവന്റെ കാൽപെരുമാറ്റ ശബ്ദം ഈ മൂന്നാം രാത്രി കേൾക്കുന്ന ദൈവമക്കൾ അടങ്ങിയിരിക്കരുത്. ഒരാത്മാവിന്റെ ശക്തിയോടെ തിരു സാന്നിധ്യം തിരിച്ചറിയുന്നവർ നിങ്ങൾക്ക് ലഭിച്ച ദൈവ കൃപയ്ക്ക് തക്കവണ്ണം പ്രാർത്ഥിച്ചു തുടങ്ങ്, സ്തോത്രം ചെയ്തു തുടങ്ങ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ദൂതനല്ല, എന്റെ യേശു തന്നെ ചിലരെ തൊടാനിടയാകട്ടെ. നീ മൂന്നാം രാത്രി ചിലരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ചിലരുടെ ബലഹീനതകൾ മാറട്ടെ, ചിലരുടെ ആത്മനൊമ്പരങ്ങൾ മാറട്ടെ. ആരും സഹായിക്കാനില്ലാതെ ഒറ്റക്കിരുന്ന് കരയുന്നവരെ, ഒറ്റക്കിരുന്ന് പ്രാർത്ഥിക്കുന്നവരെ പരിശുദ്ധ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഇറങ്ങി വന്ന് തൊടട്ടെ. യേശുവിനെ ദൈവത്തിന്റെ ദൂതൻ വന്ന് തൊട്ട മാത്രയിൽ യേശു നരിയാണി ഉറച്ച്, സ്തോത്രം, ബലഹീനമായിരിക്കുന്ന ശരീരം ഇനി എഴുന്നേക്കത്തില്ലെന്ന് വിചാരിച്ച് സ്തോത്രം ഉടഞ്ഞു വീണ പാത്രം പോലെ താഴെ കിടക്കുന്ന യേശു ഒരു ദൂതന്റെ സ്പർശനത്താൽ തൊട്ടെഴുന്നേറ്റു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു ദൂതൻ തൊട്ടപ്പോൾ യേശുവിന് അത്രയും ബലം കിട്ടി എഴുന്നേറ്റെങ്കിൽ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് രാത്രി കർത്തൃദാസൻ എന്നോട് പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ
സ്വർഗത്തിൽ നിന്ന് കരം നീട്ടി, ഉയരത്തിൽ നിന്ന് കരം നീട്ടി എന്നെ ഒന്ന് തൊടണമെന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? അവരിന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ കരത്തിന്റെ സ്പർശനത്താൽ ഈ യോഗം ദൈവാത്മാവ് നിർബന്ധിച്ച് ഇവിടെ ക്രമീകരിച്ചിരിക്കുകയാണ്. അതിന്റെ സ്പർശനം ഇന്ന് രാത്രി നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ തലമുറകൾക്കോ ഉണ്ടാകട്ടെ. അത് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഒരിക്കൽ കൂടി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയാം, നന്ദിയോടെ. ഹല്ലേലൂയ. യേശു പാറമേൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ താഴെ കെദ്രോൻ തോട് കുത്തിക്കയറി തീവട്ടി പന്തങ്ങളും വടിയും വാളുമായി ഈസ്കരിയാത്ത യൂദാസിന്റെ നേതൃത്വത്തിൽ ദേവാലയത്തിലെ ചേവകരും റോമൻ പട്ടാളക്കാരും കൂടി യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വരുന്ന കാഴ്ചയാണ് കണ്ടത്. ഗെത്സമനാത്തോട്ടത്തിലെ സംഭവ വികാസങ്ങൾ മുഴുവൻ ഇന്ന് രാത്രി നിരത്താൻ എൻ്റെ ഈ സന്ദേശത്തിൻ്റെ ആമുഖത്തിൽ ശ്രമിക്കാത്തതുകൊണ്ട് ഒറ്റ വാക്കിൽ പറയാം. തൻ്റെ ശിഷ്യന്മാരെല്ലാം ഇട്ടിട്ട് ഓടിപ്പോയി. യേശു ഒറ്റപ്പെട്ടു. യേശുവിനെ അറസ്റ്റ് ചെയ്തു. കർത്താവിൻ്റെ കരങ്ങൾ സ്തോത്രം വാറുകൊണ്ടവർ ബന്ധിച്ചു. പിന്നീട് മൃഗീയമായ പീഡനങ്ങളായിരുന്നു. സ്തോത്രം. ആ തോട് വലിച്ചിറക്കി യേശുവിൻ്റെ മഹാപുരോഹിതൻ്റെ അരമനയ്ക്കകത്തും പീലാത്തോസിൻ്റെ പ്രിറ്റോറിയത്തിലും രാജാക്കന്മാരുടെ കൊട്ടാരത്തിലും മാറി മാറി വിസ്തരിച്ചു. സ്തോത്രം. ഇതിനിടയിൽ പീഡനങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ കണ്ണ് ഒരു കറുത്ത തുണി കൊണ്ട് കെട്ടിയിട്ട് പട്ടാളക്കാർ മുഷ്ടി ചുരുട്ടി യേശുവിൻ്റെ മുഖത്തേക്ക് ആഞ്ഞിടിച്ചിട്ട് ചോദിച്ചു, ഹേ പ്രവാചക, നിന്നെ തല്ലിയതാരെന്ന് പറയുക. റോമൻ നാണയങ്ങൾ കൂട്ടിപ്പിടിച്ച് യേശുവിൻ്റെ താടി രോമങ്ങൾ വലിച്ചു പറിച്ചു. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിൻ്റെ മുഖത്തേക്ക് മുഷ്ടി ചുരുട്ടിയിടിക്കുകയും താടി രോമങ്ങൾ വലിച്ചു പറിക്കുകയും ചെയ്യുക മാത്രമല്ല, അവൻ്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി. സ്തോത്രം, ഹല്ലേലൂയ. തലയിൽ വലിയ മുൾക്കിരീടം വെച്ച് ആഞ്ഞടിച്ചു. പുറമെല്ലാം റോമൻ ചമ്മട്ടി കൊണ്ട് അടിച്ചു കീറി. അസ്ഥികൾ ബന്ധം വിട്ടു. ആ നിലവാരത്തിൽ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് കർത്താവിനെ പീലാത്തോസിൻ്റെ പ്രിറ്റോറിയത്തിൻ്റെ അടിയിലത്തെ നിലയിൽ നിന്ന് സ്തോത്രം മോളിലേക്ക് കൊണ്ടുവന്നു. സ്തോത്രം. പ്രിറ്റോറിയത്തിൻ്റെ ഗാലറിയിൽ ഇരിക്കുന്ന മഹാപുരോഹിതന്മാരും പുരോഹിതന്മാരും പരീക്ഷന്മാരും അടങ്ങുന്ന വലിയ സംഘത്തിൻ്റെ മുമ്പിലേക്ക് പട്ടാളം കൊണ്ട് നിർത്തുമ്പോൾ പീലാത്തോസ് എന്ന ഗവർണർ ഞെട്ടിപ്പോയി. എന്നിട്ട് ആ മനുഷ്യൻ സ്തോത്രം ആ കാലഘട്ടത്തിലെ മഹാപുരോഹിത സംഘത്തോട് ചോദിച്ചു, ആ മനുഷ്യനിതാ, വിട്ടയക്കട്ടെ. സ്തോത്രം. നിങ്ങൾക്ക് മതിയായോ? വിട്ടയക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആ കാലഘട്ടത്തിലെ മഹാപുരോഹിതൻ ഇങ്ങനെ പറഞ്ഞു, ബറാബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കുക. സ്തോത്രം. ഇത് പറയുന്ന മാത്രയിൽ പീലാത്തോസ് വെള്ളമെടുത്ത് കൈ കഴുകി യേശുവിൻ്റെ മുഖത്തേക്ക് ഒന്നോടെ നോക്കിയതിന് ശേഷം വിധി പറയേണ്ട ജഡ്ജി ആയിരിക്കുന്ന പീലാത്തോസ് സ്തോത്രം വിധി പറയാതെ കോടതി മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ലോക ചരിത്രത്തിൽ ഇന്നയോളം ഒരു പ്രതിയെ കൊണ്ട് നിർത്തിയിട്ട് വിധി പറയാതെ ഇറങ്ങിപ്പോയ സംഭവം ഒരു പക്ഷേ അതുമാത്രമായിരിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, സ്തോത്രം, വിധി പറയാതെ ജഡ്ജി ഇറങ്ങിപ്പോയി. സ്തോത്രം. കൊയ്ത്ത് പാടത്ത് കറ്റ മറന്നിട്ടിട്ട് പോയതുപോലെ ലേവ്യ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. കൊയ്ത്തുകാരൻ മറന്നിട്ട കറ്റ പോലെ യേശുവിനെ ഒറ്റപ്പെടുത്തി പ്രിറ്റോറിയത്തിൽ അധികാരികൾ ഇട്ടിട്ട് പോയി. ആ സ്തോത്ര സന്ദർഭത്തിൽ നായ്ക്കൾ കൂട്ടമായ ഒരാടിനെ പിടിക്കുന്നത് പോലെ നമ്മുടെ കർത്താവിനെ കടന്നു പിടിച്ചു യഹൂദന്മാരും പട്ടാളക്കാരും. ഒന്നിച്ചവർ കരുതി വെച്ചിരുന്ന ഭാരമേറിയ കുരിശ് യേശുവിൻ്റെ ചുമലിലേക്ക് എടുത്തു വെച്ചു കൊടുത്തു. സ്തോത്രം. ഏകദേശം 2.5 മൈൽ ദൂരം പീലാത്തോസിൻ്റെ പ്രിറ്റോറിയ ആ സമുച്ചയത്തിനകത്ത് നിന്ന് തലയോടിയിടമെന്ന അർത്ഥമുള്ള സ്തോത്രം ഭൂമിയുടെ മധ്യഭാഗത്തും മധ്യധരണി കടലിൻ്റെ തീരത്ത് തലയോടിൻ്റെ ആകൃതിയിലുള്ള വലിയ മൊട്ടക്കുന്നിൻ്റെ മുകളിലേക്ക് യേശുവിനെ നടത്തി. താങ്ങാനാവാത്ത ഭാരവുമായി ഭാരമേറിയ കുരിശുമേന്തിക്കൊണ്ട് യേശുക്രിസ്തു വീണുമെഴുന്നേറ്റും ഗോൽഗോത്ത കുന്നിലേക്ക് എത്തി. ചുമന്നുകൊണ്ട് വന്ന ക്രൂശിലേക്ക് യേശുവിനെ മലർത്തിക്കിടത്തി. കരുതി വെച്ചിരുന്ന കാരിരുമ്പാണികൾ കൈത്തണ്ടിയിൽ അടിച്ചിറക്കി. സ്തോത്രം. കർത്താവിനെ 2 കള്ളന്മാരുടെ നടുവിൽ ആകാശത്തിൻ്റെ ഭൂമിയുടെ മധ്യത്തിൽ ക്രൂശിച്ചു. ഏകദേശം 6 മണിക്കൂർ നേരം ആകാശഭൂമികളുടെ മധ്യേ പ്രപഞ്ച സൃഷ്ടാവായിരിക്കുന്ന ദൈവപുത്രൻ തൂങ്ങിയാടി. സ്തോത്രം, ഹല്ലേലൂയ. അവസാനം സ്വന്തം തോളിൽ തലചായ്ച്ച് യേശു പ്രാണനെ വിട്ടു. അരിമത്തിയിലെ യോസേപ്പിൻ്റെ കല്ലറയിൽ താൻ അടക്കപ്പെട്ടു. 3-ാം നാൾ താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. ഉയർത്തെഴുന്നേറ്റ അനന്തരം 40 ദിവസം കൊണ്ട് 13 പ്രാവശ്യമായി 500-ലധികം ആളുകൾക്ക് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് വെളിപ്പെടുത്തി. കരമുയർത്തി ഒന്നോടെ സ്തോത്രം പറഞ്ഞേ. അത്രയ്ക്ക് തെളിവുള്ളതാണ് യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പെന്ന് പറയുന്നത്. സ്തോത്രം. തൻ്റെ സ്വർഗാരോഹണ ദിവസം 500-ൽ പരം ആളുകൾ ഒലൂമലയുടെ ചെരുവിൽ കാത്തു നിൽക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുകയാണ്. ഗലീല പുരുഷന്മാരെന്ന് വിളിക്കപ്പെടുന്ന ഒരു വലിയ ജനസമൂഹം, സ്തോത്രം, നിങ്ങളെക്കാൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നതിനേക്കാൾ ഇരട്ടി ആളുകൾ ഒന്നിച്ചാകാശത്തിലേക്ക് നോക്കി കർത്താവിനെ യാത്രയയക്കാൻ വേണ്ടി കണ്ണ് നിറഞ്ഞ് നനഞ്ഞു നിൽക്കുമ്പോൾ സ്തോത്രം സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ വന്നിട്ട് പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത്
എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത മശിഹ പോയതുപോലെ മടങ്ങി വരും. അതിൽ സന്തോഷമുള്ളവർ ഒരു സ്തോത്രോടെ പറഞ്ഞേരെ. സ്തോത്രം. ആ പോക്കാണ് മർക്കോസ് 16:19 എഴുതിയത്, അവൻ പിതാവിൻ്റെ വലത്തു ഭാഗത്തിരുന്നു എന്ന്. ഞാൻ പറയാൻ വന്നത് പ്രസംഗത്തിൻ്റെ പ്രസക്തിയാണ്, സുവിശേഷ പ്രസംഗത്തിൻ്റെ പ്രസക്തി. അങ്ങനെ സ്വർഗത്തിൽ പോയി യേശു ഇരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ വരുന്നത്, പക്ഷെ ഒരു വാക്യം കൂടി ശേഷിപ്പിച്ചിട്ടുണ്ട് മർക്കോസ്. ആ വാക്യം ഇങ്ങനെയാണ്: യേശു സ്വർഗത്തിൽ പോയിരുന്നപ്പോൾ അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. അവിടെ മുതലാണ് സുവിശേഷ പ്രസംഗത്തിൻ്റെ പ്രാധാന്യത കിടക്കുന്നത്. യേശു പ്രസംഗം നിർത്തിയെടുത്ത് തൻ്റെ ശിഷ്യന്മാർ, ആരാണ് അവർ? പത്രോസും യോഹന്നാനും അന്ത്രയോസും ഫിലിപ്പോസും ഒക്കെ അടങ്ങുന്ന അപ്പോസ്തോലിക ഗണം, പലസ്തീൻ്റെ മലയോരങ്ങളിലും മുക്കുവ ഗ്രാമങ്ങളിലും 4 ആളുകൾ കൂടുന്ന കടലോരങ്ങളിലുമെല്ലാം ഇതുപോലത്തെ മനോഹരമായിരിക്കുന്ന നിയോൺ ലാമ്പുകളോ സുന്ദരമായിരിക്കുന്ന സൗണ്ട് സിസ്റ്റമോ സ്തോത്രം പറയാനും പാട്ടുപാടാനും പ്രസംഗിക്കാനൊക്കെ ഇതുപോലത്തെ ക്രമീകരണങ്ങളൊന്നുമില്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകൾ യഹൂദന്മാരെ പേടിച്ചിട്ടാണെങ്കിലും യേശുവിനെ പ്രസംഗിച്ചു. അടുത്ത വാക്ക് കേട്ടോളണം: അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചപ്പോൾ. അടുത്ത വാചകം ഇങ്ങനെയാണ്: അവൻ അഥവാ കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിക്കുകയും ചെയ്തു. ഇതാണ് സുവിശേഷ പ്രസംഗത്തിൻ്റെ മാത്രം പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിടികിട്ടിയില്ലെന്ന് മനസ്സിലായി. കേട്ടെ, ആ വാക്യം ഇങ്ങനെയാണ്. അല്പനേരം മുമ്പ് ആ വാക്യത്തിൽ നമ്മൾ പറഞ്ഞത് ഇങ്ങനെയാണ്: സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്നു യേശു. പക്ഷേ സ്വർഗത്തിലിരുന്ന യേശു ഭൂമിയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യൻ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ യേശു അവിടെ ഇരുന്ന് പ്രസംഗം കേട്ട് നല്ല എഴുതിയിരിക്കുന്നത്, അവരോട് കൂടെ പ്രവർത്തിച്ചു. ഇന്ന് രാത്രി വചനം പ്രസംഗിക്കാൻ സ്വർഗത്തിൽ ദൈവം എന്നെ ഇവിടെ അയച്ചപ്പോൾ ഇന്ന് രാത്രിയിൽ നിന്നു പോകാത്ത ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ഞാൻ വിശ്വസിക്കുന്നു. ഈ രാത്രി പ്രസംഗിക്കാൻ നിൽക്കുന്ന എൻ്റെ പുറകിൽ എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ലെങ്കിലും നിങ്ങളിരിക്കുന്ന കസേരയുടെ ഇടയിലൂടെ അവൻ നടക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഈ ശ്രോത്രഹലിൽ മണ്ണ് പൊതഞ്ഞു കിടക്കുന്ന ഈ മലയോര ഗ്രാമത്തിൽ അവൻ നടക്കുന്നുണ്ട്. എന്തിനാണ്? ആ വാക്യം സത്യസന്ധമായി എഴുതിയിരിക്കുന്നു. പ്രസംഗം കേൾക്കാനല്ല, ശ്രോത്രഹലിയ പ്രസംഗം എഴുതിയെടുക്കാനല്ല, പോരായ്മകളുടെ കുറ്റം പറയാനല്ല, പിന്നെയോ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനിടയിൽ പ്രവർത്തിക്കാൻ ഒരുവനുണ്ട്. ശ്രോത്രഹല്ലേലൂയ. നിങ്ങളിൽ ആരെങ്കിലും ഇതിനകത്ത് ദൈവപ്രവൃത്തി അനിവാര്യമുള്ളവരാണെങ്കിൽ യേശുവിൻ്റെ കരത്തിൻ്റെ പ്രവർത്തനം എൻ്റെ കുടുംബത്തിന് ആവശ്യമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ഈ ദൈവവചനം കേട്ടോണ്ടിരിക്കുമ്പോൾ ആ വാക്യത്തെ ഞാൻ അകമഴിഞ്ഞ് വിശ്വസിക്കുന്നു. പ്രസംഗത്തിന്റെ പുറകിൽ യേശു പ്രവർത്തിക്കും. ഹല്ലേലൂയ. പ്രവർത്തിക്കും. രോഗികളെ സൗഖ്യമാക്കും, മാനസാന്തരത്തിലേക്ക് നയിക്കും, മുറുകെ പറ്റുന്ന പാപങ്ങളിൽ അവരെ വിടുവിക്കും, അന്ധകാര കെട്ടിൽ നിന്ന് വിടുവിക്കും. ഇന്ന് രാത്രി 9 മണിയാകുമ്പോഴേക്കും സ്വർഗം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇതിനകത്ത് അടങ്ങിയിരിക്കരുത്. ഒരു പ്രസംഗം, ഇതുവരെ നിങ്ങളൊരു പ്രസംഗം കേൾക്കാനാണ് വന്നതെങ്കിൽ നിങ്ങളുടെ മൈൻഡിനെ ഞാൻ തട്ടിമാറ്റുകയാണ്. ഈ രാത്രിക്കാലം ഞാൻ പ്രസംഗിക്കും, യേശു പ്രവർത്തിക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? ഇന്ന് രാത്രി ഈ യോഗം നടന്നുകൊണ്ടിരിക്കും എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, എന്റെ നാട്ടിൽ പ്രവർത്തിക്കും, എന്റെ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും. അവൻ ഇവിടെ വന്നിട്ടുണ്ട്, അവൻ ഇവിടെ വന്നത് പ്രവർത്തിക്കാനാണ്. ഹല്ലേലൂയ. യേശു പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. കർത്താവിന്റെ പ്രവൃത്തിയുടെ ഒരു മുഖാന്തരമാണ് ദൈവവചന പ്രഭാഷണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലായോ? ഈ രാത്രി വേറെ ഏത് പ്രസംഗത്തിന് അവകാശപ്പെടാൻ കഴിയും? ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു സ്തോത്രം പ്രസംഗിക്കുന്ന സ്ഥലത്ത് വന്ന് പ്രവർത്തിക്കുന്നത് പോലെ ആരെക്കുറിച്ച് പ്രസംഗിച്ചാൽ അവരിവിടെ വന്ന് പ്രസംഗിക്കും. ഞാൻ തെളിച്ചു പറയാം. ഭാരതം വളരെ ബഹുമാനിക്കുന്ന മഹാത്മാഗാന്ധി, സ്തോത്രം ബഹുമാന്യനായ മഹാത്മാവ്, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ഉപജ്ഞാതാവ്, സ്തോത്രം വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച് ഡൽഹിയിൽ യമുനാ നദീ തീരത്ത് ശക്തിസ്ഥലിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ഈ രാത്രി ഒരു പരീക്ഷണാർത്ഥം യേശുവിനെ മാറ്റി നിർത്തി മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഞാൻ മേലിലയിൽ 2.5 മണിക്കൂർ പ്രസംഗിച്ചാലും മഹാത്മാഗാന്ധിയുടെ വരിയല്ല. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം എന്നറിയപ്പെട്ടിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ വൈസ്രോയിമാരും പ്രഭുക്കന്മാരും രാജ്ഞിമാരൊക്കെ സ്തോത്രം മുടിചൂടാ മന്നന്മാരായി നടകൊണ്ടൊരു നാടാണ് ഇന്ത്യ. സ്തോത്രം ഈ കേരളമൊക്കെ. വെസ്റ്റ് മിനിസ്റ്റർ ആബി എന്നറിയപ്പെടുന്ന ഇംഗ്ലണ്ടിലെ ശവകുടീരങ്ങളിൽ അവർ അന്ത്യവിശ്രമം കൊള്ളുന്നു. കേരളത്തിൻ്റെ ഒരു കൊച്ചു ഗ്രാമത്തിൽ അറിയപ്പെട്ട ഒരു വൈസ്രോയിയെക്കുറിച്ച്, ഒരു പ്രഭുവിനെക്കുറിച്ച് ഇവിടെ ഘോരമായി പ്രസംഗിച്ചാൽ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന അവരിവിടെ വരികയില്ല.
സ്തോത്രം. എന്നാൽ അരിമത്തിയുടെ യോസേപ്പിന്റെ കല്ലറ 3 ദിവസത്തേക്ക് വായ്പ മേടിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ എവിടെ പ്രസംഗിക്കുന്നോ അവിടെ യേശു വരുമെന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രസംഗത്തിന്റെ ഏറ്റവും വലിയ ബലമാണ്. ഇന്ന് രാത്രി യേശു ഇവിടെ വന്നിട്ടുണ്ട്. ആ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുകയാണ്. എൻ്റെ മനസ്സ് പറയുന്നു, ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത് നിങ്ങൾ കൈയടിക്കാനല്ല, നിങ്ങൾ 4 പോയിന്റ് എഴുതിയെടുക്കാനല്ല. സ്തോത്രം. എൻ്റെ പ്രസംഗത്തിൻ്റെ പ്രസക്തിയോ എൻ്റെ വാക്കോ സ്തോത്രം അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രഗത്ഭനാകാനുമല്ല. എൻ്റെ മനസ്സ് പറയുന്നു, എനിക്ക് പ്രവർത്തിക്കണമെന്ന് യേശു പറയുന്നു. അതിന് സ്വർഗം എന്നെ നിർബന്ധിക്കുന്നു, നീ പ്രസംഗിക്കുക, ഞാൻ പ്രവർത്തിക്കാം. എത്ര പേര് വചനം പ്രസംഗിക്കുന്നവർ ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ തീരുമാനത്തോടെ കർത്താവേ ഞങ്ങൾ പ്രസംഗിക്കാം, ആളുകൾ കൈയടിക്കട്ടെ എന്നല്ല, ഞങ്ങൾ പ്രസംഗിക്കാം, ദൈവം പ്രവർത്തിക്ക്. അന്ത്യകാലത്ത് കൊട്ടാരക്കരയിലും പരിസരത്തും എവിടായിരുന്നാലും പ്രസംഗിക്കുന്നവർ പ്രസംഗിക്കുമ്പോൾ അന്ധകാര കോട്ടകളെ തകർക്കാൻ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരത്തിന്റെ പ്രവൃത്തി ആഗ്രഹിക്കുന്ന കർത്തൃദാസന്മാരും ദൈവമക്കളും കൂടെ ഒരുമിച്ച് സ്തോത്രത്തോടെ പറ, ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ യേശു പ്രവർത്തിക്കും. ഈ രാത്രി അത് ചെയ്യാൻ ദൈവമായ കർത്താവ് തയ്യാറാകുന്നു. കണ്ണടച്ചൊരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ഈ രാത്രി യേശുവിനെ തന്നെ പ്രസംഗിപ്പാൻ ഞാൻ താല്പര്യം കാണിക്കുകയാണ്. നമുക്ക് കണ്ണടയ്ക്കാം. സ്തോത്രം. ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രി കർത്താവിൻ്റെ കൃപയാൽ അനുഗ്രഹീതമായിരിക്കുന്ന ഈ സ്ഥലത്ത് വന്ന് ഞങ്ങളുടെ നാമത്തെ ഉയർത്താൻ അടിയുന്നൊരു അവസരം തന്നതിനായിട്ട് സ്തോത്രം കർത്താവേ. മഹാദൈവമേ, ഞങ്ങളുടെ പുത്രനെ ഉയർത്താൻ വേണ്ടി തരുന്ന ഈ അവസരം ഇപ്പോൾ പറഞ്ഞതുപോലെ യേശുവിനെ മാത്രം പ്രസംഗിക്കാം, മറ്റാരെയുമല്ല കർത്താവെ. കർത്താവിനെ ശക്തമായി ഞങ്ങൾ പ്രസംഗിക്കാം. അങ്ങേ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ മധ്യത്തിൽ അങ്ങ് ഇവിടെ വന്ന് പ്രവർത്തിക്കണമേ. അതിൻ്റെ അടയാളങ്ങൾ വെളിപ്പെടണമേ. ദുഷ്ടാത്മശക്തികൾ തകരണമേ. തെറ്റിദ്ധാരണകളെ മാറ്റണമേ. ആളുകൾക്ക് സത്യം ഗ്രഹിക്കാൻ പറ്റണമേ. അതിനുതകുന്ന വ്യാഖ്യാനങ്ങൾ ദൈവം തരണമേ. മനസ്സിൻ്റെ കോടതിയിൽ എൻ്റെ കർത്താവിൻ്റെ നാമം മഹത്വമെടുക്കാൻ ഇടയാകണമേ. അങ്ങനെ ദൈവം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ അങ്ങൻ്റെ പ്രാർത്ഥനാമുറിയിൽ തന്ന ദൈവത്തിൻ്റെ ദൂത് ഈ ജനത്തോട് പറയാൻ ഞാൻ ഒരുങ്ങുന്നു. എന്നെ ഈ പുൾപ്പിറ്റിൽ തനിച്ച് നിർത്തത്തില്ലെന്നുള്ള ഉറപ്പെനിക്കുണ്ട്. ആ ഉറപ്പോടെ ഞാൻ ആത്മാവിൻ്റെ ചൈതന്യത്തിൽ നിൻ്റെ ജനത്തെ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി അവരെ ശുശ്രൂഷിക്കുമ്പോൾ അങ്ങയുടെ പ്രവൃത്തിയെ ഞാൻ വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ. കരമുയർത്തി ഒന്നോടെ സ്തോത്രം ചെയ്തട്ടെ എല്ലാവരും കൂടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നാണ് ഈ രാത്രി ദൈവത്തിൻ്റെ ദൂത് പറയാൻ കർത്താവിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം ഉച്ചഭാഷണിക്കൊടൊന്ന് വായിച്ച് കേൾപ്പിക്കണമെന്ന് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട്. എല്ലാവരും ബൈബിൾ നിവർത്തി ആ വാക്യം നോക്കുമ്പോൾ, ഒരുപക്ഷെ ഇന്നിവിടെ വന്നില്ലെങ്കിലും സ്തോത്രം, ഈ പരിസരത്ത് ഈ ശബ്ദവീജി നിങ്ങളുടെ വീട്ടുമുറ്റത്തോ നിങ്ങളുടെ പരിസരത്തോ അലയടിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീടിൻ്റെ പോർട്ടിക്കോയിലോ സിറ്റൗട്ടിലോ ഉൾമുറിയിലോ ഇരുന്നുകൊണ്ട് നിങ്ങൾ സന്ദേശം കേൾക്കുന്നെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ദയവായി ദൈവത്തോടുള്ള ഭക്തി നിമിത്തം നിങ്ങളുടെ ബൈബിൾ എടുത്ത് ഈ വാക്യത്തിലേക്കൊന്ന് നോക്കാൻ കർത്തൃദാസൻ എന്ന നിലയ്ക്ക് നിങ്ങളുടെ നാട്ടിൽ വന്ന് വചനം പറയാനൊരു അവസരം കിട്ടിയതുകൊണ്ട് അഭ്യർത്ഥിക്കുകയാണ്. ദയവായിട്ട് ആ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ ഉച്ചഭാഷണിക്കൂടെ വായിച്ച് കേൾപ്പിക്കും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 9-ാം വാക്യം. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആമുഖ വാക്കുകൾ ഏകദേശം 1 മുതൽ ഒരു 12 വരെയുള്ള വാക്യങ്ങൾ പിന്നീട് നിങ്ങൾ സെർച്ച് ചെയ്താൽ യേശുക്രിസ്തുവിനെ യോഹന്നാൻ അവതരിപ്പിക്കുകയാണ്. ആരാണ് യേശു എന്ന് ഒറ്റ വാക്കിൽ പറയാം, പക്ഷെ ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് പൂർത്തിയാക്കാൻ പറ്റാത്ത അത്രയ്ക്ക് വിലയേറിയ ഒരു ശക്തിയാണ്, ഒരു വ്യക്തിയാണ് യേശുക്രിസ്തു. സ്തോത്രം. യേശുക്രിസ്തു പ്രവാചകനാണോ എന്ന് ചോദിച്ചാൽ ശരിയാണ്, പക്ഷേ പൂർണ്ണ സത്യമായില്ല. യേശുക്രിസ്തു സ്തോത്ര രക്ഷകനാണ്, സൗഖ്യദായകനാണ്, ആശ്വാസദായകനാണ്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ആ വാക്കുകൊണ്ടോ ആ വാക്കുകളുടെ വിശദീകരണം കൊണ്ടോ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒരു ദിവസമോ പറഞ്ഞാൽ തീരുന്നതല്ല യേശു ആര് എന്നുള്ള വിഷയം. എങ്കിലും വിശുദ്ധ ബൈബിളിലൂടെ യേശു ആരാണ് എന്നതിനെക്കുറിച്ച് ആത്മീകമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാം. ഇന്നാരുടെ മോനാണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സ്തോത്രം ഇന്ന വീട്ടിലെ ആളാണെന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ഒക്യുപ്പേഷൻ, അദ്ദേഹം ഒരു എഞ്ചിനീയർ ആണെങ്കിൽ ഡോക്ടർ ആണെങ്കിൽ അങ്ങനെ പറയാം, ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അങ്ങനെ പറയാം. ഒത്തിരി മാധ്യമങ്ങളുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയാൻ, അങ്ങനെയൊക്കെ പറയാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിൽ പോലും സ്തോത്രം അതിനൊക്കെ അപ്പുറമാണ് യേശു. അതുകൊണ്ട് യേശുവിനെ പൊതുലോകത്തിന് ഈ സുവിശേഷം വായിക്കുന്ന
ഇത് കേൾക്കുന്ന ജനസമക്ഷത്തിന് ഏത് ജാതിയിൽപ്പെട്ട ആളാണെങ്കിലും അവർക്ക് യേശുവിനെ ബോധ്യമാക്കാൻ വേണ്ടിയിട്ട് തത്രപ്പെടുന്ന എഴുത്തുകാരനെ ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ, ഇത് പൊതുജന സമക്ഷം പറയേണ്ട ദൈവത്തിൻ്റെ ഒരു ആലോചനയ്ക്കുള്ള വാക്കുകളാണെന്ന് പരിശുദ്ധാത്മാവ് എന്നെ പ്രാർത്ഥനയിൽ ബോധിപ്പിച്ചപ്പോൾ ആഴമായി പരിശോധിച്ചപ്പോൾ മനസ്സിലായി. സ്തോത്രം, തത്രപ്പെടുകയാണ്, മനസ്സിലാക്കാൻ വേണ്ടി തത്രപ്പെടുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ സ്തോത്രം, ആളുകൾക്ക് ഇംഗ്ലീഷ് ഭാഷ അറിയാത്ത നമ്മളൊരു സായിപ്പിനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കയ്യും കാലും ഒക്കെ ഇട്ടടിച്ച് സ്തോത്രം അദ്ദേഹത്തിന് മനസ്സിലാകുന്ന രീതിയിൽ നമ്മളങ്ങ് കൊച്ചാകുന്നത് പോലെ യോഹന്നാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് നിങ്ങൾ വായിച്ചാൽ ശ്രദ്ധിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ യേശുവിനെക്കുറിച്ച് വലിയ കാര്യങ്ങളൊന്നുമല്ല, വളരെ ലളിതമായി പറയുകയാണ്. അവിടെ പറയുന്നു സ്തോത്രം, ഹല്ലേലൂയ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നൊക്കെ പറഞ്ഞു വരികയാണ്. എന്നിട്ട് പറയുന്നു അവനിൽ ജീവനുണ്ടായിരുന്നു. വചനമെന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് അതിനൊരു പേഴ്സണാലിറ്റി കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് അവനെന്ന വാക്ക് വന്നത്. അതെന്നല്ല പറഞ്ഞത്, അവനിൽ ജീവനുണ്ടായിരുന്നു. ആ ജീവൻ മനുഷ്യൻ്റെ പ്രകാശമായിരുന്നു. സ്തോത്രം, ഒരു ഇരുട്ടിനും അവനെ പിടിച്ചു വെക്കാൻ കഴിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് 9-ാമത്തെ വാക്യത്തിനകത്ത് യേശുവിനെ കുറേയും കൂടി സ്തോത്രം ആഴമായിട്ട് അവതരിപ്പിക്കുകയാണ്. ആ വാക്യമാണ് ഇവിടെ വായിച്ചത്. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്ക് അത് എന്നൊരു വസ്തുവിനെ കുറിക്കുന്നതായിട്ടല്ല പറഞ്ഞത്, അവൻ എന്നൊരു വ്യക്തിയാണ്. അങ്ങനെയല്ല നിങ്ങളുടെ ബൈബിൾ എഴുതിയിരിക്കുന്നത്. അവൻ ലോകത്തിലുണ്ടായിരുന്നു. അത് ലോകത്തിലുണ്ടായിരുന്നാ പറയേണ്ടത്, പക്ഷെ അങ്ങനെയല്ല എഴുതിയത്, അവൻ. അപ്പോൾ ഈ ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചമെന്ന് പറഞ്ഞത് ഒരു വസ്തുവല്ല, ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ, അത്രയും മനസ്സിലായവർ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഒരു വ്യക്തിയാണ്. ആരാണ് ആ വ്യക്തി? സ്തോത്രം, തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ തൊട്ട് മുകളിൽ എഴുതിയിട്ടുണ്ട്, യോഹന്നാൻ സ്നാപകൻ എന്ന് പറഞ്ഞ ഒരാൾ. സ്തോത്രം, അറിയപ്പെട്ട ഒരു അഡ്രസ്സിൻ്റെ ഉടമയാണ്, യഹൂദന്മാരുടെ ഇടയിൽ അറിയപ്പെട്ടയാളാണ്. അദ്ദേഹം ഈ ലോകത്തിൽ വന്നിരുന്നു. പക്ഷേ തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവിടെ എഴുതിയിട്ടുണ്ട്, അവൻ വെളിച്ചമായിരുന്നില്ല. അതിനർത്ഥം സ്തോത്രം, ഈ ലോകത്തിൽ പലരും വന്നു, പ്രവാചകന്മാർ, ശക്തന്മാരായിരിക്കുന്ന സ്തോത്രം വലിയ വലിയ മനുഷ്യന് ഉപകരിക്കപ്പെടുന്ന ഉപദേശ സംഹിതകൾ കൊടുത്ത മഹാരഥന്മാർ, ചരിത്ര നായകന്മാർ, കഴിവുള്ളവർ ഒക്കെ വന്നു. പക്ഷേ അവരാരും വെളിച്ചമായിരുന്നില്ല. സ്തോത്രം, എന്നാൽ വെളിച്ചം, ഏത് വെളിച്ചം? ആ വെളിച്ചത്തിൻ്റെ പ്രത്യേകത എന്താ? ഇന്ന് രാത്രി ലോകത്തിൽ പലതരം വെളിച്ചങ്ങളുണ്ട്. സ്തോത്രം, വേദപുസ്തകം തന്നെ 7 തരം വെളിച്ചങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. സ്തോത്രം, എന്നാൽ ഇവിടെ കത്തി നിൽക്കുന്ന ഈ വെളിച്ചത്തിനൊക്കെ ദൗത്യമുണ്ട്. ഈ സ്തോത്രം വെളിച്ചത്തിനൊക്കെ ദൗത്യം ഇവിടുത്തെ ഇരുട്ട് മാറ്റുക എന്നുള്ളതാണ്. എന്നാൽ ഈ പറയപ്പെട്ടിരിക്കുന്ന വെളിച്ചം, യേശു എന്ന വെളിച്ചത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് കണ്ടോ? അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം, ഒരു വഴി ലൈറ്റായിട്ട് നിൽക്കാനല്ല, വഴികാട്ടിയായിട്ട് നിൽക്കാനല്ല. ആ വെളിച്ചത്തിൻ്റെ ദൗത്യം എന്താണ്? ഏത് മനുഷ്യനെയും മനുഷ്യനിച്ചിരി വെളിച്ചം കാണിക്കുക എന്നുള്ളതല്ല. സ്തോത്രം, ഈ കത്തി നിൽക്കുന്ന വെളിച്ചത്തിനെല്ലാം ഒരു ഉദ്ദേശമുള്ളൂ, ഇവിടെ ഇച്ചിരി വെട്ടം പരത്തുക. സ്തോത്രം, ഇവിടത്തെ ഇരുട്ട് മാറ്റുക എന്നതാണ് ഈ വെളിച്ചത്തിൻ്റെയൊക്കെ ഉദ്ദേശം. സ്തോത്രം, എന്നാൽ യേശുക്രിസ്തു എന്ന ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന, ഇന്ന് രാത്രിയിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ അടുക്കലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ വെളിച്ചത്തിൻ്റെ ഏറ്റവും വലിയ ദൗത്യം ഇവിടെ ഇച്ചിരി വെളിച്ചം പരത്തുകയല്ല, ഇന്ന് രാത്രി ചിലരെ പ്രകാശിപ്പിച്ചിട്ട് പോണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് യേശു എന്ന വെളിച്ചം ഈ രാത്രി പ്രസംഗത്തിന്റെ കൂടെ ഇവിടേക്ക് ഇറങ്ങി വരുന്നതെന്ന് ഞാൻ ആത്മാവിൽ പറയുമ്പോൾ എത്ര പേർക്കത് സ്തോത്രത്തോടെ സ്വീകരിക്കാൻ പറ്റും? എന്നെ പ്രകാശിപ്പിക്കുന്ന ഒരു വെളിച്ചമുണ്ട്. എന്നെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചം, എനിക്ക് വെളിച്ചം കാണിച്ചു തരാൻ വേണ്ടി ഇവിടെ ഒരുപാട് പേരുണ്ട്. സ്തോത്ര, ഹല്ലേലൂയ. നിങ്ങൾ കണ്ടിട്ടില്ലേ ചിലപ്പോഴൊക്കെ? സ്തോത്ര, ഹല്ലേലൂയ, ചില സ്ഥാപനങ്ങളുടെ സ്ഥാപകരെ കുറിച്ചൊക്കെ സ്തോത്ര പത്രത്തിൽ പരസ്യം വരുമ്പോഴോ അല്ലെങ്കിൽ വലിയ സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ അദ്ദേഹം മരിച്ചുപോയി കാണും. അദ്ദേഹത്തിന് വലിയൊരു അനാച്ഛാദനം ചെയ്തിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ഛായാചിത്രം ചുവരിൽ വെച്ചിട്ട് അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ടായിരിക്കും, വെളിച്ചമേ നയിച്ചാലും. സ്തോത്രം, കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. സ്തോത്ര, ഹല്ലേലൂയ. എന്താ കാര്യം? ശരിയാണ്, അദ്ദേഹം ആ സ്ഥാപനത്തിൻ്റെ വെളിച്ചമാണ്, അല്ലെങ്കിൽ ആ സ്ഥാപനം ഉളവാക്കിയ ആളാണ്. സ്തോത്രം, അങ്ങനൊരു പ്രസ്ഥാനം ഉണ്ടാക്കിയ ആളാണ്. അങ്ങനെയൊക്കെ ആലങ്കാരികമായി പറഞ്ഞേക്കാം. പക്ഷേ യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കും എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കണം. സ്തോത്രം, ഹല്ലേലൂയ, മനുഷ്യന് ഈ പ്രകാശം ആവശ്യമാണ്. കാരണം എന്താ? സ്തോത്രം, അവനെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചമാണ് യേശു.
പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നിങ്ങൾക്ക് ആ ഭാഷ പിടികിട്ടിയെങ്കിലേ ഒരു സ്തോത്രം പറയാനുള്ള ആവേശം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. സ്തോത്രം, ഹല്ലേലൂയ. പ്രകാശിപ്പിക്കുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പിടികിട്ടുന്നോ? സ്തോത്രം. ഇംഗ്ലീഷിലൊക്കെ കൊടുത്തിരിക്കുന്ന ചില ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്, ഷൈൻ ചെയ്യുക. ഷൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പിള്ളേർക്ക് മനസ്സിലാവുമായിരിക്കും അല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. ചിലപ്പോൾ നന്നായിട്ട് ഉടുത്തൊക്കെ വരുമ്പോഴേക്കും ആൾക്കാർ പറയില്ല, എന്തോ ഷൈനിങ് ആയിരുന്നു. സ്തോത്രം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ഒരു മനുഷ്യനെ പ്രദർശിപ്പിക്കാവുന്നതിൻ്റെ പരമാവധി ലോകം മുഴുവനും കൂടി ഇടിച്ചൊതുക്കി അന്ധകാരത്തിൻ്റെ ശക്തികളും ശാപവും രോഗവും കടഭാരവും ഞെരുക്കവും ഒക്കെ കൂടെ സ്തോത്രം പിഴിഞ്ഞെടുത്തൊരു മനുഷ്യനെ യേശുവിൻ്റെ കയ്യിൽ കിട്ടിയാൽ, കർത്താവായ യേശു ക്രിസ്തു അവനെ സ്തോത്രം, ഹല്ലേലൂയ, ഒരു ഫോട്ടോ എടുത്ത് പൂമാല ഇടിച്ച് അതിൻ്റെ ചോട്ടിലൊരു വെട്ടം വെച്ച് നിർത്തുമെന്നല്ല പറഞ്ഞത്. കർത്താവിൻ്റെ കയ്യിൽ കിട്ടിയവനെ കർത്താവ് അങ്ങ് പ്രകാശിപ്പിക്കും. ഹല്ലേലൂയ. അങ്ങനെ തകർന്നവനെ പ്രകാശിപ്പിക്കുന്നൊരു ദൈവം ലോകത്തിലുണ്ടെന്ന് അറിയിക്കാൻ എഴുതിയ പുസ്തകമാണ് യോഹന്നാന്റെ സുവിശേഷം. ഇന്ന് രാത്രികാലം ആ സുവിശേഷത്തിൻ്റെ ഈ വാക്യത്തിലൂടെ ഈ നാടിനോട് സംസാരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഈ നാട്ടിൽ യേശുവിൻ്റെ വരവ് താമസിച്ചാൽ, ഹല്ലേലൂയ, വിത്തിൻ 1 year, അടുത്ത 1 വർഷത്തിനകം ഈ സന്ദേശം ഈ നാട്ടിൽ കടന്ന് ഫലിക്കട്ടെ. 100 കണക്കിന് ആളുകളെ ഇരുട്ടിൽ തപ്പിത്തടയുന്നവരെ, എങ്ങോട്ട് പോകണമെന്നറിയാത്തവരെ, ആത്മഹത്യ അല്ലാതെ വേറൊരു വഴിയില്ലാത്തവരെ എൻ്റെ യേശു ഈ നാട്ടിൽ പ്രകാശിപ്പിച്ച് അവരെ ഒതുക്കുമെന്ന് വെല്ലുവിളിച്ചവരുടെ നടുവിൽ എൻ്റെ യേശു പ്രദർശിപ്പിക്കട്ടെ എന്ന് ഈ നാട്ടിൽ ഇത് പ്രസംഗിക്കുന്ന കൂടെ ഞാൻ മനസ്സുരുകി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളോടുള്ള, എന്നെ കേൾക്കുന്ന നിങ്ങളോടുള്ള ദൂത് പറയാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങൾക്ക് ഇതിനേക്കാൾ അധികം നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? പരാതിയും പരിഭവവും പരാജയങ്ങളും ഒക്കെ ഈ ലോകത്തിൽ സ്തോത്രം സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ഞാൻ പറയാം, സ്തോത്രം, ഹല്ലേലൂയ, ഭാര്യ എന്ന നിലയിൽ ഒരു സ്തോത്രം, ഒരു സ്ത്രീ ഭാര്യ എന്ന നിലയിൽ വീട്ടിൽ പ്രകാശിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. പ്രകാശിക്കുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പിടികിട്ടിയല്ലോ? സ്തോത്രം, ഹല്ലേലൂയ. 25 കൊല്ലമായി ഒരു കുടുംബത്തിൽ ജീവിക്കുന്നു. എന്നും കുറ്റം കേൾക്കൽ, എന്നും പ്രശ്നം മാത്രം. സ്തോത്രം, ഹല്ലേലൂയ. ചിലപ്പോൾ ശരിയായിരിക്കാം, എന്തൊക്കെ ചെയ്താൽ എത്രയോ പേര്, ഞാൻ ഈ പവർ വിഷനൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ഏറ്റവും അധികം ആളുകളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കേൾക്കുകയാണ് ഈ ദിവസങ്ങളിലൊക്കെ. വളരെ വിചിത്രവും വളരെ സങ്കടകരവുമായിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ. ചിലരൊക്കെ സത്യം പറയും, ചിലരൊക്കെ ഊഹാപോഹങ്ങളിലൂടെ പ്രാർത്ഥനാ വിഷയം പറയുന്നത് കേട്ട് ചിലരെന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പാസ്റ്ററെ, എനിക്ക് കഴിവുള്ളയാളാണ്, പക്ഷെ ഞാൻ എന്ത് ചെയ്താലും ശരിയാകുകയല്ല. സ്തോത്രം. അങ്ങനെ തുറന്ന് പറയുന്നവർക്കാണ് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും കുറ്റം പറയാനും ഏതൻ തോട്ടത്തിലെ പോലെ പഴിചാരാനാണ് ശ്രമിക്കുന്നത്. ചിലരെന്നോട് പറഞ്ഞിട്ടുണ്ട്, ശരിയാണ് സ്തോത്രം, എനിക്ക് നന്നായിട്ട് പാകം ചെയ്യാനറിയാം, പക്ഷെ ഞാൻ പാകം ചെയ്ത് വരുമ്പോൾ എന്തെങ്കിലും പാകക്കേടുണ്ടാവും. സ്തോത്രം. എനിക്ക് സന്തോഷത്തോടെ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ ചെയ്തു വരുമ്പോൾ താളപ്പിഴയാകും. അപ്പം അതിനർത്ഥം എന്താ? ഭാര്യ എന്ന പദവിയിൽ വേണ്ടും വണ്ണം പ്രകാശിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രശ്നം വീടിനകത്തുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി കേട്ടോ, ആ പദവിയിൽ നിങ്ങളെ പ്രകാശിപ്പിക്കുന്ന ഒരു യേശുവുണ്ട്. ഹല്ലേലൂയ. അപ്പൻ എന്ന സ്ഥാനം എന്തോ വലിയ സ്ഥാനമെന്നറിയാം. അപ്പൻ എന്ന പദവിയിൽ ഒരാൾക്ക് ശോഭിക്കാൻ പറ്റിയാൽ, ഞാൻ 3 പിള്ളേരുടെ അപ്പനാണ്. സ്തോത്രം. അവർ തിരിഞ്ഞു നിന്ന് എന്നോട് ചോദിക്കുകയാണ്, ആ വാക്ക് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഏറ്റവും കൊച്ചാകുകയാണ്. 18 വയസ്സും 22 വയസ്സായി കഴിയുമ്പോൾ അപ്പനോട് മക്കൾ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി അപ്പൻ എന്ത് ചെയ്തെന്നായി പറയുന്നേ എന്നൊരു ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം സ്തോത്രം ഇരുണ്ടു പോകും. കാരണം എന്താ? യാഥാർത്ഥ്യമാണെങ്കിൽ. കാരണം എന്താ? അപ്പൻ എന്ന സ്ഥാനത്ത് പിള്ളേരുടെ മുമ്പിൽ ശോഭിക്കാൻ പറ്റിയില്ല. കഷ്ടപ്പെട്ടത് ശരിയാണ്, പക്ഷെ വേണ്ടും വണ്ണം ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ പറ്റിയില്ല. ഇങ്ങനെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വം നോക്കി പഠിക്കുന്ന കുഞ്ഞുങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. പഠിക്കാൻ കഴിവുള്ളതാണ്. 10ാം ക്ലാസ് വരെയും എല്ലാത്തിനും A+ മേടിച്ചാണ്. 12ാം ക്ലാസ് എത്തിയപ്പോഴും ശരിയാണ്. പിന്നെ ഹയർ സ്റ്റഡിക്ക് പോയതിന് ശേഷം വീണ്ടും വണ്ണം എന്താണെന്നറിയില്ല, പഠിക്കുന്നുണ്ട്, പക്ഷെ പരീക്ഷാ ഹോളിലെത്തിയാൽ എല്ലാം ബ്ലാങ്കായി പോകുന്നു. എന്താ കാരണം? ശോഭിക്കാൻ പറ്റുന്നില്ല. ഇന്ന് രാത്രി സ്വർഗം എന്നോട് ഇവിടെ നിശ്ചയമായും പറയണമെന്ന് പറഞ്ഞു വിട്ട ദൂത് ഞാൻ പറയുക. ശോഭിക്കാൻ കഴിയാത്ത ഒരു കൂട്ടം ആളുകളെ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്.
ഒരുപക്ഷെ ഇന്ന് രാത്രി തന്നെ ദൈവമായ കർത്താവ് സ്തോത്രം ഒരു കൂട്ടം ആളുകളെ വിളിച്ച് പ്ലാറ്റ്ഫോമിൽ കയറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് രാത്രി സ്വർഗം എന്നോട് പറയുന്നു, നിനക്കൊരു സന്തതിയുണ്ട്. സ്തോത്രം വയസ്സ് 25 27 എവിടെ പോയി മുട്ടിയാലും വാതിൽ അടയല്ലാതെ തുറക്കത്തില്ല. എന്തൊക്കെ ചെയ്താലും നിരാശക്കുള്ള വഴിയല്ലാതെ വേറൊന്നുമില്ല. അങ്ങനെ ഒരു സന്തതിയുടെ അമ്മയാണ് അപ്പനാണ് നീയെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ചെയ്യാവുന്നത് പലതും ചെയ്തു, ധ്യാനം കൂടി, ഉപവാസമെടുത്തു, അവന്റെ പേരിൽ വഴിപാട് നേർച്ചയും കഴിച്ചു. എന്നിട്ടൊന്നും വേണ്ടുമെന്ന് ഒന്നുമായില്ലെങ്കിൽ ഇന്ന് രാത്രി ഞാൻ സത്യം പറയാൻ വന്നവനാണ്. അവനെ പ്രകാശിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. യേശുവേ ഇന്ന് രാത്രിക്കാര് ഉറക്ക വിളിച്ച കർത്താവിനെ മുറുകെ പിടിക്കാൻ ആര് തയ്യാറാകുന്നു? അവരെ ഇന്ന് രാത്രി വിദ്യാഭ്യാസത്തിന് മീതെ പ്രകാശിപ്പിക്കാൻ, കുടുംബശ്രേഷ്ഠതയ്ക്ക് മീതെ പ്രകാശിപ്പിക്കാൻ കഴിവുള്ളവരാണ് കർത്താവായ യേശു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ശുശ്രൂഷകന്മാരടക്കം സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി ചിലരോട് പറയുന്നു, നിന്റെ പ്രൊഫഷനിൽ, നിന്റെ പദവിയിൽ, നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ കൃപാവരത്തിൽ നിനക്ക് വേണ്ടുമെന്ന് ശോഭിക്കാൻ കഴിയുന്നില്ല എന്നൊരു തോന്നൽ, അഹങ്കാരമില്ലാത്ത മനസ്സോടെ ഈ രാത്രിക്കാലം യേശുവിന്റെ നാമത്തിൽ ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട ക്രൂസൈഡ് നടക്കുമ്പോൾ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിന്ന് തോണ്ടി പുറത്തേക്കിടുമ്പോൾ എത്ര പേര് ഇന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ട് പറയും, കർത്താവേ എന്റെ പ്രായം ഇത്രയായി, വേണ്ടുമെന്ന് ശോഭിക്കാൻ പറ്റിയിട്ടില്ല എന്നൊരു പരാതി നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പറയേണ്ടത് മനുഷ്യന്റെ മുമ്പിലല്ല, അത് പറയേണ്ടത് ലോകത്തിൽ ഏതെങ്കിലും ആളുടെ മുമ്പിലല്ല, അത് പറയേണ്ടത് പ്രകാശിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ ഉറക്കെ പറയുന്നു, പ്രകാശിപ്പിക്കുന്ന ദൈവത്തിന്റെ കരത്തിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ നിങ്ങളെ ഇന്ന് രാത്രി മറ്റുള്ളവരെ ഞെട്ടിപ്പിക്കത്തക്ക രീതിയിൽ ചില ദിവസങ്ങൾ കൊണ്ട് പ്രകാശിപ്പിക്കാൻ എന്റെ യേശു ശക്തനാണ്. ഹല്ലേലൂയ. രോഗങ്ങൾ, കഷ്ടങ്ങൾ, പ്രയാസങ്ങളെല്ലാം വളരെ ശക്തമായി അഠരാടുമ്പോൾ അതിന് നടുവിൽ പിടിച്ചു കയറാൻ പറ്റാതെ സ്വന്തം സഹോദരങ്ങളുടെ നടുവിൽ ഇടിഞ്ഞുപോയ ആരൊക്കെ ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. അവരൊക്കെ ചിറക് മുളച്ച പക്ഷിയെ പോലെ പറന്നു കയറുമ്പോൾ, അവരുടെ മക്കളൊക്കെ ഒരു കര പറ്റുമ്പോൾ, നീയും കുടുംബവും കടഭാരം കൊണ്ടും ഞെരുക്കം കൊണ്ടും എന്ത് ചെയ്താൽ ഒരു കപ്പ നട്ടാൽ പോലും മുളയ്ക്കാതെ അങ്ങനെ ചെയ്യുന്നതെല്ലാം നഷ്ടമായി കിടക്കുന്ന ചിലരെ ഇന്ന് രാത്രി ദൈവം പിടിച്ചു നിർത്തിയിരിക്കുക. അവരോട് ഇന്ന് രാത്രി സ്വർഗത്തിലെ ആത്മാവ് ഇടപെടുകയാ. അവരെ ഇന്ന് രാത്രി യേശു കണ്ടുവച്ചിരിക്കുക. അവർക്ക് വേണ്ടി യേശു സംസാരിക്കുക. ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സുകൊണ്ട് ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവർക്ക് വേണ്ടി കർത്താവിന്റെ പ്രവൃത്തി ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. അവർക്ക് വേണ്ടി കർത്താവിന്റെ കരം ഇവിടെ ചലിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. യേശുവിന്റെ കരം ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇന്ന് രാത്രി വിശ്വസിക്ക്, നിന്നെ ഇന്നുള്ളതിനേക്കാൾ ഇരട്ടി മാനത്തോടെ ഏതു മനുഷ്യനെയും, അതിന് ജാതിയില്ല, മതമില്ല, ആണെന്നില്ല, പെണ്ണെന്നില്ല, സ്തോത്ര, സഭാ സമുദായ വ്യത്യാസമില്ല. നിങ്ങൾ മനുഷ്യനായിരുന്നാൽ മതി. മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ് യേശു. സ്തോത്ര, ഹല്ലേലൂയ. എൻ്റെ പ്രസംഗത്തിൻ്റെ അടുത്ത പ്രസക്തമായ ഭാഗത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. വെളിച്ചത്തിൻ്റെ അനിവാര്യത വരാൻ കാരണം ഇരുട്ടെന്നൊരു പ്രതിഭാസം ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ഈ ഭാഗത്ത് തന്നെ ഇരുട്ടിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇരുട്ട്, സ്തോത്രം, ഈ വാക്കുകളൊക്കെ വേദപുസ്തകത്തിൽ വരാനുള്ള കാരണം, അഥവാ വെളിച്ചം, ഇരുട്ട് എന്നൊക്കെയുള്ള വാക്ക് വരാനുള്ള കാരണം നമുക്ക് മനസ്സിലാകുന്നൊരു ഭാഷയിലേക്ക്, സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് ആത്മീകമായിരിക്കുന്ന കാര്യത്തെ ബോധ്യപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ ഇരുട്ടെന്ന് പറഞ്ഞാൽ ഏത് കൊച്ചു കുഞ്ഞിനും, ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞിനും ഡിഗ്രി വേണ്ട, അതിന് ഹീബ്രു അറിയണ്ട, സ്തോത്രം, സ്കൂളിൽ പോകണമെന്നില്ല, ഇനി ബുദ്ധി പോലും സ്റ്റേബിൾ ആയിരിക്കണമെന്നില്ല, ഏത് കുഞ്ഞിനും മനസ്സിലാകുന്നൊരു ഭാഷയാണ് ഇരുട്ടെന്ന് പറയുന്നത്. വെളിച്ചം അതുപോലെ തന്നെ ലളിതമായ ഭാഷയിൽ അഗാധമായിരിക്കുന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതാണ് ബൈബിളിൻ്റെ ദൗത്യം. അതുകൊണ്ട് ഇനി ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഇരുട്ടിനെക്കുറിച്ചോ വെളിച്ചത്തെക്കുറിച്ചോ ഇന്ന് രാത്രി ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞാലും, സ്തോത്രം, വെളിച്ചമില്ലാത്ത ആ റബ്ബർ തോട്ടത്തിന് നടുവിൽ കാണുന്ന ഇരുട്ടിനെക്കുറിച്ചോ ഇവിടെ കത്തി നിൽക്കുന്ന ലാമ്പുകൾ നിമിത്തം അല്ലെങ്കിൽ വിളക്കുകൾ നിമിത്തം ഇവിടെ ഉണ്ടാകുന്ന പ്രകാശത്തെക്കുറിച്ചാണെന്ന് വിചാരിക്കരുത്. ഇതൊരു ആത്മീക സത്യമാണെന്ന് കരുതണം. അങ്ങനെയാണെങ്കിൽ ഇരുട്ടിൻ്റെ ഭയാനകത ഞാൻ പറയാം ചില വാക്യങ്ങളിലൂടെ, ഒന്ന് രണ്ട് വാക്യത്തിലൂടെ, അതിലൂടെ ചില ദൂതുകൾ പറഞ്ഞിട്ട് ഈ ഇരുട്ടിൻ്റെ ഭയാനകത നിങ്ങളെ ബോധിപ്പിച്ച് കഴിയുമ്പോൾ ഈ ഇരുട്ടിനെ പൊളിച്ച് നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഈ സത്യവെളിച്ചം നിങ്ങൾക്ക് ആവശ്യമാണോ അല്ലയോ എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയെ വഞ്ചിക്കാതെ പറഞ്ഞിട്ട്
ഈ കൺവെൻഷൻ ഗ്രൗണ്ട് വിട്ടുപോയാൽ ബാക്കി ദൈവം ചെയ്തോളൂ. സ്തോത്രം, ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നവർ ഒന്നോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. ആദ്യത്തെ വാക്യം ഞാൻ നിങ്ങളോട് വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് സ്തോത്രം പുറപ്പാട് പുസ്തകത്തിലൊരു വാക്യമാണ്. 10-ാം അധ്യായത്തിന് 21, 22, 23 വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കും. ഇരുട്ടിൻ്റെ ഭയാനകതയെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടി പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം 21, 22, 23 വാക്യങ്ങൾ നിങ്ങൾ ബൈബിളിലേക്ക് നോക്കുമ്പോൾ ഉച്ചഭാഷണയിൽ കൂടെ വായിച്ചു കേൾപ്പിക്കും. ദയവായിട്ട് വായിച്ചാട്ടെ, ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അപ്പോൾ യഹോവ മോശയോട് മിസ്രയീം ദേശത്ത് സ്പർശിക്കത്തക്ക ഇരുൾ. നിങ്ങൾ ആ ഇരുട്ടിനെ ശ്രദ്ധിച്ചേ, അതിനെ പരിചയപ്പെടുത്തുകയാണ്. എങ്ങനത്തെ ഇരുട്ട്? സ്പർശിക്കത്തക്ക ഇരുളുണ്ടാകേണ്ടതിന് നിന്റെ കൈ ആകാശത്തിലേക്ക് ഉയർത്തുക എന്ന് പറഞ്ഞു. അടുത്തത്, മോശ തന്റെ കൈ ആകാശത്തിലേക്ക് ഉയർത്തിയപ്പോൾ മിസ്രയീം ദേശത്തൊക്കെയും 3 ദിവസത്തേക്ക് കൂരിരുട്ടുണ്ടായി. 3 ദിവസത്തേക്ക് ഒരുത്തൻ കണ്ടില്ല. ഒരുത്തനും തന്റെ സ്ഥലം വിട്ടെഴുന്നേറ്റതുമില്ല. മതി. സ്തോത്രം, ഹല്ലേലൂയ. 10 ബാധകൾ മിസ്രയീമിൽ അയക്കുകയാണ്. ദൈവം സംജാതമാക്കുന്നതാണ് ഇരുട്ട്. പക്ഷെ എൻ്റെ പ്രസംഗ വിഷയം ആര് വരുത്തി, എവിടെ നിന്ന് വന്നു എന്നുള്ളതല്ല. ഇരുട്ടിൻ്റെ ഭയാനകത, അതിൻ്റെ സ്തോത്രം പ്രവൃത്തി നിങ്ങളെ ബോധിപ്പിച്ചിട്ട് വേണം വെളിച്ചത്തിൻ്റെ ആവശ്യകത നിങ്ങളെ മനസ്സിലാക്കി തരാൻ. ആ വാക്യം കണ്ടോ? ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, സ്തോത്രം, മിസ്രയീമിൽ 3 ദിവസത്തേക്ക് ഇരുട്ടുണ്ടായി. എല്ലാ ദിവസവും സ്തോത്രം ലോകത്തിലെല്ലാ സ്ഥലത്തും 12 മണിക്കൂർ അല്ലെങ്കിൽ ആനുപാതികമായിട്ട് ഇരുട്ടുണ്ടാകുന്നതാണ്. പക്ഷേ ഇതാ ഇരുട്ടല്ല, 3 ദിവസത്തേക്ക് ഇരുട്ടുണ്ടായി. ആ ഇരുട്ടിൻ്റെ പ്രത്യേകത സ്പർശിക്കത്തക്ക ഇരുട്ടാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ വിളക്കണച്ച് കണിയുമ്പോൾ സ്തോത്രം ഇവിടെ ഇരുട്ടുണ്ടാകും. പക്ഷേ ഇരുട്ടിനെ സ്പർശിക്കാൻ പറ്റില്ല. ഘനീഭവിച്ച ഇരുട്ടല്ല. ഈ സ്തോത്രം പുൽപ്പിറ്റിനെ എനിക്ക് തൊടാം, കാരണം ഇതൊരു മെറ്റീരിയലാണ്. എന്നാൽ ഇവിടുത്തെ വെളിച്ചത്തെയോ ഇരുട്ടിനെയോ തൊടാൻ പറ്റില്ല, സ്പർശിക്കാൻ പറ്റില്ല, കാരണം അത്രയും ഘനീഭവിച്ചതല്ല. പക്ഷേ ഒരു തരം ഇരുട്ടുണ്ട്, അതിവിടെ എഴുതിയിരിക്കുന്നു, ഘനീഭവിച്ചതാണ്, നമുക്ക് തൊടാൻ പറ്റുന്ന ഇരുട്ട്. ആ ഇരുട്ട് വന്നാൽ എന്താ കുഴപ്പം? അവിടെ എഴുതിയിരിക്കുന്നത് 2 പ്രശ്നമാണ്. ഒന്ന്, ഒരുത്തൻ കണ്ടില്ല. സ്തോത്രം, തമ്മിൽ കാണാൻ കഴിയാതെ വണ്ണം മറയ്ക്കുന്ന ഇരുട്ട്. രണ്ടാമത്തത്, ഒരുത്തൻ പോലും ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റില്ല. ഈ കസേരയിൽ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് ആ പറഞ്ഞ ഇരുട്ടിവിടെ വ്യാപരിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുന്നേക്കാൻ ശ്രമിച്ചാലും നിങ്ങളെ ഒരു തരം മഞ്ഞിനകത്ത് പൊതഞ്ഞു പോയതുപോലെ, ഫ്രീസായതുപോലെ ആ ഇരുട്ട് നിങ്ങളെ ഫ്രീസാക്കി കളയും. നിങ്ങൾക്ക് പൊങ്ങാൻ പറ്റിയല്ല. സ്തോത്രം, മനസ്സിലായോ? അങ്ങനെ ഒരു തരം ഇരുട്ടുണ്ട്. ഇന്ന് രാത്രികാലം സ്തോത്രം ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേക്കാൻ കഴിയാതെ, 1 ഇഞ്ച് വളരാൻ കഴിയാതെ, എത്ര പഠിച്ചിട്ടും എത്ര ശ്രമിച്ചിട്ടും അപ്പൻ്റെ സ്വത്ത് കയ്യിൽ വെച്ചിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ഉന്നതമായ പാരമ്പര്യ കെട്ടിനകത്ത് നിന്നിട്ടും സ്തോത്രം ഒതുങ്ങിപ്പോയ, ഫ്രീസായിപ്പോയ ചില കുടുംബങ്ങളെയും വ്യക്തികളെയും നോക്കി ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി പറയുകയാണ്, ഈ പ്രശ്നത്തിന് പരിഹാരം വെളിച്ചമല്ലാതെ വേറൊന്നുമല്ലെന്ന് ഇന്ന് രാത്രി ഞാൻ ഈ സ്ഥലത്ത് തർപ്പിച്ചു പറയുമ്പോൾ, എത്ര പേര് ഇന്ന് രാത്രികാലം നിന്നെ ഒതുക്കിക്കളഞ്ഞത് ഏത് ശക്തിയാണെങ്കിലും അതിൻ്റെ മീതെ വ്യാപരിക്കുന്നത്, നിന്നെ ഫ്രീസാക്കി കളഞ്ഞത്, നിന്റെ മനസ്സിനെ കെട്ടിക്കളഞ്ഞത്, നിന്റെ കുടുംബജീവിതത്തെ ഫ്രീസാക്കിയത്, നിന്റെ തലമുറയെ ഫ്രീസാക്കിയത്, എത്ര വലിയ ഇരുട്ടാണെങ്കിലും അതിനെ പൊട്ടിച്ചെടുക്കാൻ സ്തോത്രം മനുഷ്യന്റെ മേൽ ഉദിക്കുന്ന നീതി സൂര്യനായ ക്രിസ്തു എന്ന വെളിച്ചത്തെ ഇന്ന് രാത്രികാലം നിന്റെ വീടിന് ആവശ്യമാണോ അല്ലയോ എന്ന് ഈ രാത്രി ഇവിടെ വെച്ച് പറഞ്ഞാൽ ഇന്ന് രാത്രി ദൈവം വിടുതലിന്റെ രാത്രിയാക്കി മാറ്റും. ഹല്ലേലൂയ. എത്രയോ കുടുംബങ്ങൾ ഇരുന്നു പോയി. ഞാൻ ആ ഭാഷ തന്നെ നിങ്ങളുടെ മുമ്പിൽ ഓർപ്പിക്കാം. ഹല്ലേലൂയ. ഒരു രോഗം വന്നാൽ മതി, എൻ്റെ ചേച്ചിമാരും ആന്റിമാരും പ്രിയപ്പെട്ട സഹോദരങ്ങളും എന്നെ കേൾക്കുന്ന ദൈവവിശ്വാസികളും കേൾക്കണം കേട്ടോ. ഹല്ലേലൂയ. എത്രയോ വീടുകൾ പ്രതാപമായി നിന്നവർ, ഏറ്റവും ശക്തമായിരുന്നവർ, പഠിക്കാൻ പോയ ഒരു കുഞ്ഞ് വലിയ സന്തോഷത്തോടെ ഇവിടെ നിന്ന് സ്തോത്ര ആഡംബരത്തോടെ അത്യുത്സാഹത്തോടെ ഒക്കെ ജീവിച്ചു പോന്നിട്ട് പഠിക്കാൻ പോയ
വഴിക്ക് കുടുംബത്തിന്റെ മാന്യതയ്ക്ക് ചേരാത്ത ചില കാര്യങ്ങൾ സംഭവിച്ചു. അതിനെ ചുറ്റിപ്പറ്റി പല പ്രശ്നങ്ങളായി. സ്വത്രം മയക്കുമരുന്നിനോ മറ്റു പലതിനോ അഡിക്റ്റായി, അല്ലെങ്കിൽ അവിഹിത ബന്ധത്തിന് അകപ്പെട്ടു. ഇന്ന് ലോകത്തിൽ കാണുന്ന പലതിനകത്തും അകപ്പെട്ടു. പഠനം മാറ്റിവെച്ചു. അങ്ങനെയായി അവസാനം സ്വത്രം ഹല്ലേലൂയ ആര് പറഞ്ഞാലും സ്വത്രം അനുസരിക്കാത്തവനായി അകത്തെ മുറിക്കകത്ത് കൊണ്ടുവന്ന് പുറത്തിറങ്ങാതെ, മനുഷ്യനെ കാണാതെ, ബന്ധുക്കളെ കാണാതെ അകത്ത് ഫ്രീസായി പോയ എത്രയോ ചെറുപ്പക്കാരുടെ കഥ നമ്മുടെ മലയാളക്കരയിൽ വ്യാപരിക്കുന്നുണ്ടെന്നറിയാമോ? ഇതിന്റെ പുറകിൽ ഞങ്ങൾ ഇന്നത്തെ സന്ദേശത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നു, മനുഷ്യനെ ഒതുക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരമുണ്ട്. അതിൽ നിന്ന് രക്ഷിക്കാൻ യേശുക്രിസ്തുവിനല്ലാതെ ലോകത്തിൽ 1000 നിയമങ്ങൾ ഉണ്ടാക്കിയാലും 10,000 ക്യാമറകൾ വെച്ചാലും മനുഷ്യനെ ഒതുക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരത്തിൽ നിന്ന് രക്ഷിപ്പാൻ, അവന്റെ മനസ്സാക്ഷിയെ പുറത്തെടുക്കാൻ, അവന്റെ കഴിവിനെ പുറത്തെടുക്കാൻ ദൈവപുത്രനായ യേശുവെന്ന് സത്യവെളിച്ചത്തിനല്ലാതെ രക്ഷിപ്പാൻ കഴിയത്തില്ലെന്ന് ഞാൻ എന്റെ ശബ്ദം മുഴുവൻ എടുത്ത് യേശുവിനെ ഉയർത്തുമ്പോൾ, വിശ്വാസത്തോടെ ഇന്ന് രാത്രികാലം ഒതുങ്ങിപ്പോയവരാരെങ്കിലും ഈ നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ഈ സത്യം പറയാതിരിക്കരുത്. സ്തോത്രം, ഹല്ലേലൂയ. എല്ലാവരും ഒരു പക്ഷേ ഇതുപോലത്തെ ഒരു യോഗത്തിൽ പരസ്യമായി വന്നിട്ട് ഇങ്ങനത്തെ ഒരു സന്ദേശം കേൾക്കാൻ അവസരമുള്ളവരായിരിക്കില്ല. ആരെങ്കിലുമൊക്കെ ഭയപ്പെട്ടിരിക്കും. പക്ഷെ നിങ്ങളുടെ ഹൃദയം ഇന്ന് രാത്രികാലം നമ്മൾ രക്ഷപ്പെട്ടവരാണ്. ഇതുപോലത്തെ എൻ്റെ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലേക്കൊക്കെ നോക്കുമ്പോൾ സ്തോത്രം, ഒരു കാലഘട്ടം മുഴുവൻ കരഞ്ഞാലും നിലവിളിച്ചാലും പ്രാർത്ഥിച്ചാലും സ്തോത്രം ഹല്ലേലൂയ എന്തൊക്കെ ചെയ്താലും അന്നറിഞ്ഞിരുന്ന നിലവാരത്തിനകത്ത് വഴിപാടുകളും നേർച്ചകളുമായി ചെരിപ്പിടാത്ത കാലുകൊണ്ട് സ്തോത്രം ഏതൊക്കെയോ സ്ഥലങ്ങളിൽ പോയിട്ടും ഈ ഇരുട്ടിൻ്റെ കെട്ടിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ ഒതുങ്ങിപ്പോയ നിസ്സഹായമായ ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിച്ചത് യേശുവെന്ന വെളിച്ചം ഞങ്ങളുടെ പഴയ വീട്ടിൽ കയറിയതാണ്. ഇന്ന് രാത്രി ഞാൻ ഇവിടെ വരാൻ കാരണം, എന്നെ ഈ പുൽപ്പിറ്റിൽ പരിചയപ്പെടുത്തിയ ദൈവദാസൻ പറഞ്ഞ വാക്ക് കേട്ട് അറിയാതെ എൻ്റെ കണ്ണീരനണിഞ്ഞു. ഇവിടെയല്ല, പല ഘട്ടങ്ങളിൽ സ്തോത്രം ഹല്ലേലൂയ നിങ്ങൾക്കൊരാമുഖമില്ലാതെ, പരിചയപ്പെടുത്തലില്ലാതെ സ്തോത്രം ഹല്ലേലൂയ എൻ്റെ പേര് പറയുമ്പോൾ അറിയപ്പെടുന്നൊരു സ്ഥിതിയിലേക്ക് വരുത്തിയത് എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കൂടുതലല്ല, ദൈവശാസ്ത്രത്തിന്റെ അറിവല്ല. ഇന്ന് രാത്രി എന്നെ രക്ഷിച്ച യേശുവിനെ, ഞങ്ങളുടെ കുടുംബത്തിൽ കയറിയ വെളിച്ചത്തെ ഈ ദേശത്ത് ഉയർത്താൻ എനിക്കൊരു അവസരം കിട്ടുമ്പോൾ സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് ഉറക്കെ പറയാ, എന്റെ വീട്ടിലെ വെളിച്ചോ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ കടഭാരവും മദ്യത്തിൽ നിന്നും മടങ്ങി വരാത്ത അപ്പനും രോഗം പേറി കിടക്കുന്ന അമ്മയും നിരാശ കൊണ്ട് അട്ടചുരുളും പോലെ ചുരുളു കിടക്കുന്ന ഞങ്ങളുമായി കിടന്ന ഭവനത്തിൽ എന്റെ യേശു ഞങ്ങളെ പ്രകാശിപ്പിച്ചതാണ് ഇന്ന് രാത്രി ഇവിടെ വരാനിടയായത്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, നിനക്ക് രക്ഷപ്പെടാൻ അവസരമുണ്ട്. ഈ പ്രകാശം ഇന്നും ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇരുത്തിക്കളഞ്ഞ, ഒതുക്കിക്കളഞ്ഞ ഇരുട്ടിൽ നിന്ന് സ്തോത്രം മനുഷ്യനെ പുറത്തു കൊണ്ടുവരുന്നൊരു വെളിച്ചമുണ്ട്. സ്തോത്രം, കൂടപ്പിറപ്പുകൾ അവിടെ എഴുതിയിരിക്കുന്ന വേറൊരു രീതിയിലാണെങ്കിലും ഞാൻ നിങ്ങളോട് പറയാം. ഒരുത്തൻ കണ്ടില്ല 3 ദിവസത്തേക്ക്. സ്വന്തം സഹോദരങ്ങൾ തമ്മിൽ കണ്ടാൽ മിണ്ടാത്ത രീതിയിൽ, അപ്പനും മക്കളെ തമ്മിൽ കാണിക്കാത്ത രീതിയിൽ മറച്ചു കളയുന്ന ഇരുട്ടിൻ്റെ വ്യാപാരം, ആ ശക്തിയെ ഇന്ന് രാത്രികാലം മുമ്പിൽ കണ്ടുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് അല്പം കട്ടിയുള്ളതാണെങ്കിലും ഈ ദൂത് ഇവിടെ പറയാൻ ദൈവം എന്നോട് പറയുന്നത്. എനിക്കുറച്ച വിശ്വാസമുണ്ട്. സ്തോത്രം, ഈ ദൂത് ഇന്ന് രാത്രിക്ക് വേണ്ടി മാത്രമല്ല, ഞാനിവിടെ പ്രാർത്ഥിച്ച് വിതച്ചിട്ട് പോവുകയാണ്. 1 വർഷത്തിനകം സ്വർഗത്തിലെ ദൈവം ഇരുട്ടിൻ്റെ ശക്തിയെ അറസ്റ്റ് ചെയ്ത് മാറ്റിക്കൊണ്ട് ഈ നാട്ടിലേക്ക് ദൈവം ഈ ദൂത് തന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം ചില കുടുംബത്തിനകത്ത് കയറും. അവരുടെ വീട്ടിൽ ഒതുങ്ങിപ്പോയ, ഇരുത്തിക്കളഞ്ഞ, ബന്ധുക്കൾക്ക് വേണ്ടാത്ത, സ്വന്തക്കാർക്ക് വേണ്ടാത്ത, ഇവിടുത്തെ സമുന്നതർക്ക് വേണ്ടാത്ത ഏതൊക്കെയോ കുടുംബങ്ങളെ ഈ വെളിച്ചം അകത്ത് കയറി പുറത്തു കൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിൽ സാക്ഷികളാക്കുമെന്ന് ആത്മാവിന്റെ പ്രേരണയിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുമ്പോൾ എത്ര പേര് വിശ്വാസത്തോടെ യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണ്ട് പറയും, ഈ വെളിച്ചം ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം. അതുകൊണ്ട് നിരാശയും ഭാരവും ഒതുങ്ങിപ്പോയി എന്നുള്ള ചിന്തയും
നമ്മുടെ സാധാരണ ഭാഷയിൽ പറയുന്ന പോലെ ആരൊക്കെയോ ആഭിചാരം കൊണ്ടോ ക്ഷുദ്രപ്രയോഗം കൊണ്ടോ നിന്റെ കുടുംബത്തെ ഒതുക്കിക്കളഞ്ഞ് ബന്ധിച്ച് അമക്കി കെട്ടി തകർത്തു എന്നുള്ള ചിന്ത ഇന്ന് രാത്രി കളഞ്ഞിട്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാട് ഞാൻ പറയുന്ന വാക്ക് സ്വീകരിച്ചാൽ ഏത് ശക്തിയെയും ഏത് ഇരുട്ടിൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ബന്ധന ചരടുകളെയും ഈ പ്രകാശം കത്തിച്ചു കളയും. ഇന്ന് രാത്രികാലം വെളിച്ചത്തിൻ്റെ പ്രത്യേകതകൾ മുഴുവൻ ഇതിനകത്ത് വ്യാപരിപ്പാനിടയാകട്ടെ. ഹല്ലേലൂയ. വെളിച്ചത്തിൻ്റെ പ്രത്യേകതകൾ മുഴുവൻ ഇതിനകത്ത് വ്യാപരിപ്പാനിടയാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ചില നിഴലുകളെ വെളിച്ചം മാറ്റിക്കളയും. ഹല്ലേലൂയ. രാത്രികാലം ചില നിഴലുകളെ സ്വർഗത്തിലെ ദൈവം മാറ്റിക്കളയും. നിന്റെ കുടുംബത്തിന് മീതെ നിഴലാട്ടം നടത്തുന്ന എന്താ സംഭവം എന്ന് പ്രാർത്ഥിച്ച പിടികിട്ടിയല്ല, ആസ്പത്രി പോയി പരിശോധിച്ച പിടികിട്ടിയല്ല, നിഴല് മൂടി നിൽക്കുന്ന ചില കുടുംബങ്ങളിലേക്ക് ഗലീലാക്കാരുടെ നാട്ടിലേക്ക് ചെന്നതുപോലെ മരണം നിഴലിൽ ഇരുന്നവരുടെ വീട്ടിലേക്ക്, ആ നാട്ടിലേക്ക് അവര് കണ്ടു. സ്വത്രം വലിയൊരു വെളിച്ചമെന്ന ക്രമത്തിൽ ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, നിന്റെ വീട്ടിൽ ക്യാൻസറോ ട്യൂമറോ എന്നും രോഗമോ എന്നും കടഭാരമോ എന്നും ഞെരുക്കമോ എന്നും കലഹമോ കുഞ്ഞുങ്ങളെ വിവാഹം ചെയ്തയച്ച വീട്ടിൽ എന്നും പ്രതികൂലമോ അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം അകന്നു നിൽക്കരുത്. യേശുവിനെ സ്വീകരിക്കുക, കർത്താവിനെ സ്വീകരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറയാനുള്ളത് കൊണ്ട്, ഒരു ഉപവാസ പ്രാർത്ഥന അല്ലാത്തത് കൊണ്ടും എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ കാര്യം ബോധിപ്പിക്കാനുള്ള കർത്തവ്യം എൻ്റെ മേൽ കിടക്കുന്നത് കൊണ്ടും ഞാൻ അടുത്ത 2 വാക്യങ്ങളോട് വായിച്ച് വിശദീകരണം തരാൻ നിർബന്ധിതനാകുകയാണ്. മറ്റൊരു വാക്യം, ഇരുട്ടിൻ്റെ ഭയാനകതയെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്ന മറ്റൊരു വാക്യം, അതിന് വെളിച്ചമല്ലാതെ മറ്റൊരു മാർഗമില്ല. സ്തോത്രം. ചൂലുകൊണ്ട് തൂത്താൽ അത് പോകില്ല, ബക്കറ്റിൽ വെള്ളം കോരി ഒഴിച്ചാൽ പോകില്ല. നിങ്ങളുടെ ഒരു കർമ്മം കൊണ്ടും തുറന്നു പറയാം, നിങ്ങൾ ഇത്രയും ശ്രദ്ധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതുകൊണ്ട് വഴിപാട് കൊണ്ടോ നേർച്ച കൊണ്ടോ ധ്യാനം കൊണ്ടോ ഒന്നും മാറില്ലിത്. യേശുവിനെ അല്ലാതെ ഇത് മാറ്റാൻ കഴിയില്ല. സ്തോത്രം. വെളിച്ചം യേശു മാത്രമാണ്. ബാക്കി നിങ്ങൾ അറിഞ്ഞതും അറിഞ്ഞുകൊണ്ടിരിക്കുന്നതുമായിരിക്കുന്ന എല്ലാം സമുന്നതരാണ്, ശ്രേഷ്ഠരാണ്. പക്ഷേ മനുഷ്യൻ്റെ വിഷയം പരിഹരിക്കാൻ കഴിയുന്ന വെളിച്ചം യേശു മാത്രമാണ്. ലോകത്തിലേക്ക് വന്ന ഏക സത്യ വെളിച്ചം. ആ വെളിച്ചമാണ് മനുഷ്യകുലത്തെ പണിതെടുത്ത് ഇന്ന് രാത്രിയിലും മനോഹരമായി നിർത്തുന്നത്. സ്തോത്രം. മീൻ പിടിച്ച് നടന്ന പത്രോസിനെയും യോഹന്നാനെയും അന്ത്രയോസിനെയൊക്കെ സ്തോത്രം മറ്റുള്ളവർ അറിയപ്പെടത്തക്ക രീതിയിൽ ശോഭിപ്പിച്ചത്, പ്രകാശിപ്പിച്ചത് യേശു എന്ന വെളിച്ചമാണ്. അവർ സാക്ഷ്യം പറയുന്നു, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം 2023 നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്തോത്രം. ഹൃദയം തുറന്ന് സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ സ്വീകരിച്ചുകൊടുക. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാനിടയാകട്ടെ. രണ്ടാമത്തെ ഭയാനകമായിരിക്കുന്ന ഇരുട്ടിനെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്ന വാക്യം പത്രോസിൻ്റെ ലേഖനത്തിലാണ്. 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം കർത്തൃദാസൻ വായിച്ചു കേൾപ്പിക്കും. ദയവായി ആ വാക്യം കൂടി ശ്രദ്ധിച്ചേക്ക്. 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം നമ്മളെ വായിച്ചു കേൾപ്പിക്കും. വായിച്ചാട്ടെ. പാപം ചെയ്ത ദൂതന്മാരെ കേട്ടോടുക. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലക്കിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ 7 പേരോടുകൂടെ പാലിക്കുകയും. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് നിങ്ങൾ കേട്ടോളുക. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്: പാപം ചെയ്ത ദൂതന്മാരെ ആദരിക്കാതെ ദൈവം എന്ത് ചെയ്തു? അവരെ അന്ധതമസിന്റെ ചങ്ങലക്കിട്ടു, ന്യായവിധിക്ക് വേണ്ടി കാപ്പാൻ ഏൽപ്പിച്ചു. ഇന്നും ആ ദൂതന്മാര് ന്യായവിധി കാത്തു കിടക്കുകയാണ്. കുറച്ചുകൂടെ വിശദീകരിക്കണം, എങ്കിലേ ഞാൻ പറയുന്ന വിഷയത്തിൻ്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. സ്തോത്രം. പാപം ചെയ്ത ദൂതന്മാർ അവരാരുമാകട്ടെ, ദൈവശാസ്ത്രപരമായി അവർ ചെയ്ത പാപം എന്തുമാകട്ടെ, സ്തോത്രം, അതിൻ്റെ പുറകെ പോകുമ്പോൾ നമ്മുടെ വിടുതൽ മാറിപ്പോവും. സ്തോത്രം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെ വാക്യം കിട്ടുമ്പോഴത്തേക്ക് ഇനി അവരാരാണ്, അവരുടെ പാപം എന്താണെന്ന് അന്വേഷിച്ച് നമ്മൾ തപ്പിപ്പോകുമ്പോഴത്തേക്കും നമ്മുടെ കെട്ട് പിന്നെ അവിടെ തന്നെ കിടക്കും. അപ്പോൾ അവരാരും ആകട്ടെ, അവർ ചെയ്ത പാപം എന്തുമാകട്ടെ, നമ്മുടെ വിഷയം. അങ്ങനെ പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ബന്ധിച്ചു. ഒരു കുറ്റവാളിയെ, സ്തോത്രം, കോടതിയിൽ നിന്ന് തെളിവെടുപ്പിന് വേണ്ടി ഈ നാട്ടിൽ കൊണ്ടുവരുമ്പോൾ അവരുടെ കയ്യിൽ കയ്യാമം വയ്ക്കുക, വിലങ്ങ് വയ്ക്കുക എന്നുള്ളത് നിയമത്തിന് വിധേയപ്പെടുന്ന കാര്യമാണ്. എന്നതുപോലെ പാപം ചെയ്ത ദൂതന്മാരെ ദൈവമായ കർത്താവ് ബന്ധിക്കുകയാണ്. എന്തുകൊണ്ടാണ് ബന്ധിച്ചത്?
അവിടെ എഴുതിയിരിക്കുന്ന വാക്കിതാണ്, അന്തതമസിൻ്റെ ചങ്ങല. വായിച്ചു പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ആ വാക്ക് കുറച്ചുകൂടെ കൂലങ്കുക്ഷമായി ശ്രദ്ധിക്കണം. സ്തോത്രം. ദൈവം ഒരു ചങ്ങല ഉണ്ടാക്കി. എന്തുകൊണ്ടാണ് ചങ്ങല ഉണ്ടാക്കിയത്? ഉരുക്ക് കൊണ്ടോ ഇരുമ്പ് കൊണ്ടോ ചെമ്പ് കൊണ്ടോ വെള്ളി കൊണ്ടോ ഒന്നുമല്ല, ലോകത്തിലെ ഒരു വസ്തു കൊണ്ടല്ല. പിന്നെയോ അന്തതമസ് എന്ന് പറഞ്ഞാൽ സ്തോത്രം ഇരുട്ടിൻ്റെ ഭയാനകമായിരിക്കുന്ന മറ്റൊരു ഫോമാണത്. സ്തോത്രം. അന്തതമസ് കൊണ്ട്, ഇരുട്ട് കൊണ്ടൊരു ചങ്ങല ഉണ്ടാക്കി. അങ്ങനെ ചങ്ങല ഉണ്ടാക്കിയിട്ട് അവരെ ബന്ധിച്ചു. സ്തോത്രം. നിങ്ങൾ ഓർത്തോളണം, ഒരു ദൂതൻ്റെ കഴിവത്ര വലുതാണെന്നറിയാം. ഒരു ദൂതൻ്റെ ശക്തി. അശൂറുമായിട്ട് ഇസ്രായേൽ മക്കൾ യുദ്ധത്തിലേർപ്പെട്ടൊരു സമയത്ത് അന്ന് ഭരിച്ചിരുന്ന ഹിസ്കിയ രാജാവ് അശൂർ സൈന്യവുമായിട്ട് ഏറ്റുമുട്ടാൻ കഴിയാതെ പോയപ്പോൾ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ അവരെഴുതി അയച്ച സ്തോത്രം യുദ്ധത്തിൻ്റെ റിപ്പോർട്ട്, അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ കാഹളധ്വനിക്കുള്ള ആ വലിയ രേഖയുമായി ദൈവാലയത്തിൽ ചെന്ന് ദൈവത്തോട് നിലവിളിച്ചൊരു രംഗം പ്രവാചകൻ എഴുതിയിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ രാജാവ് അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഭയപ്പെടണ്ട, യുദ്ധം നിങ്ങളുടേതല്ല, നിങ്ങൾ തിരിച്ച് വീട്ടിൽ പോകാൻ പറഞ്ഞു. അയാൾ പോയി കിടന്നുറങ്ങി. അന്ന് രാത്രി ദൈവത്തിൻ്റെ ഒരു ദൂതൻ അശൂർ പാളയത്തിലേക്ക് വന്നു. ഒരു സൈന്യമല്ല, ഒരു ദൂതൻ വന്നു. ഒരു ദൂതൻ വന്നിട്ട് അശൂർ പാളയത്തിൽ 1,85,000 അശൂർ പട്ടാളക്കാരെ കൊന്നുകളഞ്ഞു. ഒരു ദൂതൻ്റെ, ഒരു രാജ്യത്തെ ഏറ്റവും വലിയ പവറാണ് സൈന്യം, പട്ടാളം. അശൂർ രാജ്യത്തെ അധികായന്മാരായിരിക്കുന്ന പട്ടാളത്തെ ഒരു ദൂതൻ വന്നപ്പോൾ 1,85,000 പേരടങ്ങുന്ന ഒരു ബറ്റാലിയനെ കൊന്നുകളയാൻ ഒരു ദൂതൻ മതിയായിരുന്നു. അതാ ഒരു ദൂതന്റെ ശക്തി. വെളിപ്പാട് പുസ്തകം അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ എഴുതിയിട്ടുണ്ട്, സാത്താനെ 1000 ആണ്ടേക്ക് അഗാധകൂപത്തിൽ ചങ്ങലക്കിട്ട് തള്ളുന്നതിനെ കുറിച്ച്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി വന്നു. അവൻ്റെ ഒരു കയ്യിൽ ചങ്ങലയും അഗാധത്തിൻ്റെ താക്കോലുമുണ്ട്, ഒരു കയ്യിൽ. ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് അടുത്ത വാക്കെങ്ങനെയാണ്, ആ ദൂതൻ പിശാചിനെ പിടിച്ചു, സാത്താനെ പിടിച്ചു, അഗാധ കൂപത്തിലേക്ക് തള്ളി 1000 ആണ്ടേക്ക്. നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മുടെ അടുക്ക് വന്ന ആരാണ്ടുമൊക്കെ ഭയങ്കര സംഭവമാണെന്ന് പറയുന്ന ഈ സാത്താനെ ഒരു ദൂതൻ എന്ന് പറയുമ്പോൾ പേര് പറഞ്ഞിട്ടില്ല, ഗബ്രിയേലാണോ മീഖായേലാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ആ ഒരു ദൂതൻ, ഒരു സാധാരണ ദൂതൻ, ആ ദൂതൻ വന്നിട്ട് ഒറ്റ കൈ കൊണ്ട് പിടിച്ചു. മറ്റേ കയ്യിൽ ചങ്ങലയും താക്കോലിരിക്കുക. ഒറ്റ കൈ കൊണ്ട് പിടിച്ച് അഗാധത്തിലേക്ക് തള്ളിക്കളഞ്ഞു. അത്രയ്ക്ക് ശക്തനാണ് ഒരു ദൂതൻ. ഇന്ന് രാത്രി യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ നിങ്ങൾക്ക് കാവൽ തരുന്നത് 12,000 രൂപ ശമ്പളം കൊടുക്കുന്ന ഒരു മനുഷ്യനെ അല്ല, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദൂതനെ ദൈവം രക്ഷിക്കപ്പെടുന്നവർക്ക് കാവൽ തരും. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് മനസ്സിലാകാത്ത കാര്യം ഞാൻ പറയാം. സ്തോത്രം. എൻ്റെ പ്രസംഗത്തിൽ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടുന്ന ഒരാൾക്ക് ഇത്ര ശക്തനായ ഒരു ദൂതനെ കാവൽ നിൽക്കുമ്പോൾ അതിനിടയിൽ കൂടെ വന്ന് നമ്മളെ സാത്താൻ മാന്തി എന്നും കടിച്ചു എന്നൊക്കെ വന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് പിടികിട്ടാറില്ല. സ്തോത്രം. കാരണം സാക്ഷാൽ സാത്താനെ ഒറ്റക്കൈ കൊണ്ട് തൂക്കി അഗാധത്തിലേക്ക് എറിയാൻ കഴിവുള്ള ദൂതനെ സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രൻ്റെ ചോര കൊണ്ട് വീണ്ടെടുത്ത് അവനെ മുദ്ര വെച്ച് നിർത്തിയിരിക്കുമ്പോൾ, അവന് കാവലായിട്ട് ദൂതനെ കൊടുക്കുമ്പോൾ, നേരാമണ്ണം ജീവിച്ചാൽ നിന്നെ തൊടുവാൻ ഒരു ശക്തിയും ദൈവം അനുവദിക്കുകയില്ല. ഇന്ന് രാത്രി സ്തോത്രം ജീവിക്കാൻ സമ്മതിക്കാത്ത ഏതെങ്കിലും വിഷയത്തിനകത്ത് ഞരങ്ങുന്നവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പറയുന്നു, നിങ്ങൾക്ക് കാവൽ തരുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത് പരിശുദ്ധനായ ദൈവത്തിൻ്റെ ദൂതന്മാരെയാണ്. ദൈവദൂത സഞ്ചയത്തെ കാവൽ തന്ന് നിങ്ങളെ ദേശത്ത് മാനിക്കാനിരിക്കുമ്പോൾ അതിന് വഴി ഒന്നേ ഉള്ളൂ. വഴിപാടെല്ലാം നേർച്ചയല്ല. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ, യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമായി മാറുകയും നിങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതനെ സ്വർഗം കാവൽ തരികയും ചെയ്യുകയാണ്. ഹല്ലേലൂയ. കരമുയർത്തി ദൈവത്തെ ഒന്നോടെ സ്തോത്രം ചെയ്താട്ടെ. അപ്പൊ അങ്ങനെയുള്ള ദൂതന്മാർ, ഒരു ദൂതന്റെ ശക്തിയെ പറയാനാണ് ഞാൻ ഈ 2 തെളിവുകൾ പറഞ്ഞത്. അശൂർ പാളയത്തിൽ ഒരു ദൂതൻ വന്നപ്പോൾ 1,85,000 പട്ടാളക്കാരെ തകർത്ത് കളഞ്ഞു.
അഗാധകൂപത്തിലേക്ക് സാക്ഷാൽ സാത്താനെ ഒറ്റക്കൈ കൊണ്ടൊരു ദൂതൻ പിടിച്ചെറിഞ്ഞു കളഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. അത്രയ്ക്ക് ശക്തനാണ് ദൂതൻ. ആ ദൂതനെ സ്വർഗത്തിലെ ദൈവം ബന്ധിച്ചത്, എന്നെ കേൾക്കണം, ബന്ധിച്ചത് ഉരുക്ക് ചങ്ങല കൊണ്ടല്ല, ഇരുട്ട് ചങ്ങല കൊണ്ടാ. അങ്ങനെയാണെങ്കിൽ അതുപോലത്തെ ഒരു പൂട്ട് വീണാൽ അതഴിക്കാൻ നമ്മൾ ഈ കേരളത്തിലെ മുഴുവൻ മല കയറിയാലും നടക്കുകയില്ല. അതഴിക്കാൻ നിങ്ങൾ ഈ നാട്ടിലെ മുഴുവൻ, സ്തോത്ര ഹല്ലേലൂയ, എണ്ണ മേടിച്ച് കത്തിച്ചാലും നടക്കുകയില്ല. ഞാൻ ഇന്ന് രാത്രി ഭയം കൂടാതെ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പറയുന്നു, അതഴിക്കാൻ നിങ്ങളോടത്തോളം വലിപ്പത്തിൽ സ്വർണ്ണ ബിംബമുണ്ടാക്കി നിങ്ങൾ ആർക്ക് കൊടുത്താലും നടക്കുകയില്ല. അതഴിയണമെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ, മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന യേശുവെന്ന സത്യവെളിച്ചം ആരുടെ കുടുംബത്തിലേക്ക് വരുന്നു അവരെ മുമ്പിൽ ചലഞ്ചായിട്ട് വെക്കാം. അവരെ ഒതുക്കാൻ ഇനി ഒരു ശക്തിക്കും കഴിയേല, ഒരു ചങ്ങലയ്ക്കും ഒരു ബന്ധനത്തിനും കഴിയേല, ഒരു ഇരുട്ടിന്റെ പൂട്ടിനും കഴിയേല. അത്രയ്ക്ക് തക്കവണ്ണം ഇരുട്ടിന്റെ ചങ്ങലകളെ പൊട്ടിക്കാൻ കഴിവുള്ള യേശുവെന്ന വെളിച്ചം, തുളച്ചു കയറുന്ന വെളിച്ചം ഇന്ന് രാത്രി ചില ഹൃദയങ്ങളിലേക്ക്, ചില വ്യക്തികളിലേക്ക് ഞാൻ ആത്മാവിൽ അറിയുന്നുണ്ട്. ഇന്ന് രാത്രി തുളച്ചു കയറുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മ നിറവോടെ ദൈവത്തിന്റെ മക്കൾ സന്ദേശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമ്മൾ നീങ്ങുകയാണ്. ഏതൊക്കെയോ കുടുംബത്തിനകത്ത് ആളുകൾക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്. പൈശാചിക ശക്തികൾ ഈ മലഞ്ചെരുവിൽ ആറാടി നിൽക്കുമ്പോൾ, അന്ധകാരത്തിന്റെ ശക്തികൾ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി രക്തസമ്മർദ്ദമുണ്ടാക്കുമ്പോൾ, എന്നോട് ദൈവം പറയുന്നു, നീ ആത്മാവിൽ പ്രസംഗിച്ചു, സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്, ഞാൻ എന്റെ വെളിച്ചം അയക്കുകയാണ്. ചില കുടുംബങ്ങളുടെ ബന്ധനം അഴിക്കാൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളുടെ നാട്ടിൽ പറയാം, എല്ലാ രോഗവും രോഗമല്ല, ചിലത് ഇരുട്ടിന്റെ ബന്ധനമാണ്. എല്ലാ മാനസിക പ്രയാസവും മരുന്നുകൊണ്ട് മാറില്ല. അബദ്ധം കാണിക്കരുത്, മുഴുപ്രാന്തായി മാറുകയുള്ളൂ. അതിനേക്കാൾ നല്ലത് നിങ്ങളുടെ കുടുംബത്തെ വീണ്ടെടുക്കാം, നിങ്ങളുടെ ജീവിതത്തെ വീണ്ടെടുക്കാം. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ, യേശുവെന്ന പ്രകാശത്തെ ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിലേക്ക് നീ ഏറ്റെടുത്താൽ, ഹല്ലേലൂയ. പോരാ, ഇന്ന് രാത്രി ദൈവമക്കൾ എത്ര പേർ ആത്മശക്തിയോടെ വിശ്വസിച്ചുകൊണ്ട് ഇരുട്ടിന്റെ ശക്തിയോടൊരു പോരാട്ടം കഴിക്കാൻ തയ്യാറാകും? ഹല്ലേലൂയ. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് എഴുതി വെച്ചു, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികൾക്ക് കൂട്ടാളികളാകരുത് എന്ന് മാത്രമല്ല, അതിനെ ശാസിക്കുക എത്ര വേണ്ടതെന്ന്. ഇന്ന് രാത്രി ഇരുട്ടിനെ ശാസിപ്പാൻ ഞാൻ ഒന്നോടെ പറയുന്നു, ഈ ലോകത്തിൽ ഞാൻ ഈ വിശദീകരിക്കുന്ന ഇരുട്ടെന്ന അന്ധകാര വ്യാപാരത്തെ, മനുഷ്യനെ നശിപ്പിക്കുന്ന, മനുഷ്യനെ അകാല പ്രജയാക്കി കളയുന്ന, നിരാശനാക്കി കളയുന്ന, രോഗിയാക്കി കളയുന്ന, ഞെരുക്കി കളയുന്ന, അവന്റെ സകല കഴിവുകളെയും ഇല്ലാതാക്കി കളയുന്ന ഇരുട്ടിനെ ശാസിപ്പാൻ ഈ ലോകത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് യേശുവിന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മാത്രമാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചു, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളെ കൂട്ടാളിയാകരുത് എന്ന് മാത്രമല്ല, അതിനെ ശാസിക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എത്ര ദൈവമക്കൾ ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കും? നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ തലമുറയിൽ, നിന്റെ കുടുംബജീവിതത്തിൽ, ജീവിത പങ്കാളിയിൽ ഇരുട്ട് കയറി പതുക്കെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ ശാസിക്കാനുള്ള അധികാരം യൂണിവേഴ്സിറ്റി അല്ല തരുന്നത്, സെമിനാരി അല്ല തരുന്നത്. നിന്നെ പ്രകാശമാക്കി മാറ്റിക്കൊണ്ട് സ്വർഗത്തിലെ ദൈവം ഇന്നൊരു നടപടിയിലേക്ക് നീങ്ങുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ രാത്രി ഈ നാട്ടിലൂടെ നെടുകയും കുറുകയും നടന്ന് ഞാൻ ചില പ്രവചന ദൂതുകൂടി പരസ്യമായി പറയുകയാണ്. ഈ നാട്ടിലൂടെ നെടുകയും കുറുകയും നടന്ന് ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവർത്തികളെ ശാസിപ്പാൻ ഇതിനകത്ത് ചിലരെ സ്വർഗത്തിലെ ദൈവം പ്രകാശ ഗോപുരമാക്കി മാറ്റുമ്പോൾ എത്ര പേർ ഏറ്റെടുക്കും? കർത്താവേ, ഈ ഇരുട്ടിന്റെ പിടിയിൽ അമർന്നൊരു കുടുംബമായിരുന്നു എന്റേത്. ഒരിക്കലും രക്ഷപ്പെടാതെ, ഒരിക്കലും കരകയറാതെ, എന്തൊക്കെ കിട്ടിയാലും മെച്ചമില്ലാതിരുന്ന കുടുംബമായിരുന്നു. എന്നെ രക്ഷിച്ച യേശുവേ, ഇന്ന് രാത്രി എന്റെ ദൗത്യം ഞാൻ തിരിച്ചറിയുന്നു എന്ന് എത്ര പേര് ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കുന്നു? സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ പ്രവാചകിയാണോ, പ്രവാചകനാണോ? നിങ്ങൾ ഉപദേഷ്ടാവാണോ, പ്രഭാഷകനാണോ? നിങ്ങൾ പാട്ടുകാരനാണോ, ദൈവദാസനാണോ, സുവിശേഷകനാണോ എന്നൊന്നും ദൈവം ചോദിക്കുന്നില്ല. സ്വർഗം നിങ്ങൾ ആരായിരുന്നാലും, നിങ്ങൾ സൺഡേ സ്കൂൾ അധ്യാപകനാണോ, ആരായിരുന്നാലും ഇരുട്ടിന്റെ പ്രവൃത്തിയെ ശാസിക്കാൻ ഇന്ന് രാത്രി ദൈവം ചിലരെ മുദ്ര
മുദ്രവെച്ച് വേർതിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അതിലൊരു കണ്ണിയാകാൻ അതിലൊരു കണ്ണിയാകാൻ എത്ര പേർ ആമീൻ പറഞ്ഞു സ്തോത്രം പറഞ്ഞോട് സ്വീകരിക്കും. ദൈവമേ, ഇന്ന് രാത്രിക്കാലം അതിനെന്നെ ഒരുക്കണമേ. ഐ ആം റെഡി എന്ന് പറയാൻ എത്ര പേർ തയ്യാറാകും? അവരെ ഇന്ന് രാത്രി യേശു പൊക്കിയെടുക്കുക. നിങ്ങളെ യേശുവിന് വേണോ? നിങ്ങളെ കുടുംബക്കാർക്ക് വേണ്ടായിരിക്കും, നിങ്ങൾ സേവിച്ചവർക്ക് വേണ്ടായിരിക്കും. എന്നാൽ ഇന്ന് രാത്രി യേശു നിന്നെ വിളിക്കുന്നു, ഞാൻ നിന്നെ ഇരുട്ടിനെ ശാസിക്കാൻ. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ കൊണ്ട് ഈ നാട്ടിലൊരു വലിയ ദൈവപ്രവൃത്തി നടത്തിക്കും ദൈവം. കർത്താവ് അത് രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്. ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, 1 വർഷം ദൈവത്തിന് കൊടുക്ക്. നിങ്ങൾ ആ ദൈവത്തിന്റെ കൂടെ ചേർന്ന് നിൽക്ക്. ദൈവം ഇവിടെ ഉഴുതു മറക്കാൻ പോകുകയാണ്. ഇരുട്ടിനെ ദൈവമായ കർത്താവ് ഈ നാട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റാൻ പോകുകയാണ്. ആ പ്രവൃത്തി നിന്റെ കുടുംബത്തിൽ നിന്ന് മാറാൻ പോകുകയാണ്. മുറുകെ പറ്റുന്ന പാവങ്ങൾ, രഹസ്യ ജീവിതത്തിലെ വീഴ്ചകൾ, എന്തൊക്കെ ചെയ്താലും ഗുണദോഷിച്ചാലും സ്വത്രം നേരെയാകാത്ത ചില കേസുകൾ ഇന്ന് രാത്രി യേശുവിനെ ഉറക്കെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങ്. സ്വർഗം ഇന്ന് രാത്രി ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളെ ശാസിച്ചുകൊണ്ട് ജയമെടുക്കാൻ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ആ ഭയാനകത നിങ്ങൾക്ക് മനസ്സിലാകുന്നു. ഇരുത്തിക്കളയുന്ന ഇരുട്ട്, ബന്ധിച്ചു കളയുന്ന ഇരുട്ട്, തമ്മിൽ കൂടിക്കാണാൻ കഴിയാതെ വണ്ണം ഒതുക്കിക്കളയുന്ന ഇരുട്ട്, ഇന്ന് രാത്രി അതിന്റെ അവസാന രാത്രിയാണിത്. ഞാൻ ഇന്ന് രാത്രി ഇവിടെ വന്നത് വെറുതെയാകില്ല. ഈ കടുകട്ടിയുള്ള വാക്ക് ഇവിടെ പറയുന്നത് വെറുതെയാകില്ല. സ്വർഗം പറയുന്നു, ഇന്നതിന്റെ എക്സ്പയറി ഡേറ്റ് ആണ്. നിന്റെ കുടുംബത്തിൽ വ്യാപരിച്ച, നിന്റെ ശരീരത്തിൽ വ്യാപരിച്ച, നിന്റെ സാമ്പത്തിക മേഖലയിൽ വ്യാപരിച്ച, നിന്റെ തലമുറയിൽ വ്യാപരിച്ച നിന്റെ കുടുംബ ജീവിതത്തിന് മീതെ നിഴലാട്ടം നടത്തുന്ന ഇരുട്ടിന്റെ ലാസ്റ്റ് രാത്രിയാക്കി മാറ്റാൻ സ്വർഗം ആഗ്രഹിക്കുമ്പോൾ ആരെയും ഭയപ്പെടാതെ, മനുഷ്യനെ ഭയപ്പെടാതെ ഇന്ന് രാത്രി എത്ര പേർ ദൈവത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് പറയും, അതേ കർത്താവേ, ഞാൻ അങ്ങേക്ക് വേണ്ടി വരികയാണ്, അങ്ങയുടെ സമീപേ ഞാനുണ്ട്, അങ്ങയുടെ കയ്യെത്തായി പിടിക്കാൻ വേണ്ടി നോക്കുകയാണ്. രക്തസ്രാവക്കാരി സ്ത്രീയെ പോലെ അങ്ങയൊന്ന് തൊടാൻ ഞാൻ ശ്രമിക്കുകയാണ്. എന്റെ മേലുള്ള ഇരുട്ട്, എന്റെ കുടുംബത്തിന് മേലുള്ള ഇരുട്ട്, അത് മാറ്റാൻ അങ്ങാകുന്ന പ്രകാശത്തിന് മാത്രമേ കഴിയത്തുള്ളൂ എന്ന് എനിക്ക് ബോധ്യമായി. ഇനി ആരും അതെനിക്ക് പറഞ്ഞു തരണ്ട എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ യേശുവിൻ നാമത്തിൽ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് നന്ദിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഈ സന്ദേശത്തിന്റെ ഏറ്റവും ലാസ്റ്റ് ഫൈനൽ വാക്കുകളിലേക്ക് നിങ്ങളെ നയിക്കുകയാണ്. അതോടെ വായിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് ആരാധിച്ചെന്ന് രാത്രി ഈ ദൂതിൻ്റെ പ്രസക്തമായ ഭാഗങ്ങളെ സ്തോത്രഹല്ലേലൂയ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കർത്താവിൽ സ്തോത്ര ശരണപ്പെടുകയാണ്. ഒരു വാക്യം കൂടെ ഞാൻ ഇത്ര നേരം പറഞ്ഞതൊക്കെ ഇരുട്ടിൻ്റെ ഭയാനകത, ഇതിൻ്റെ കഠോരകത, ഇത് സ്തോത്രം ഒരുത്തനെ കയറിപ്പിടിച്ചാൽ സംഭവിക്കുന്ന പ്രതിസന്ധി, ഒതുക്കിക്കളയുന്ന നമ്മൾ പറയുന്ന മലയാളികൾ വിശ്വാസഗണം പറയുന്ന ആ ബന്ധനങ്ങൾ, അതൊക്കെ ഇതിനകത്ത് കയറി ഇറങ്ങി വന്നു. ഇരുട്ടുകൊണ്ട് ബന്ധിച്ച്, ഇരുട്ടുകൊണ്ട് ഒതുക്കി, അമർത്തി സ്തോത്രം ചതിച്ച് തകർത്ത് കളയുന്ന ഇരുട്ടിനെ സ്വർഗത്തിലെ ദൈവം കണ്ടുവച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി അത് മാറ്റും. അതിന് സ്തോത്രം ഹല്ലേലൂയ അനുബന്ധമായി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കോടെ പറയാം. സ്തോത്രം വെളിച്ചത്തെക്കുറിച്ച് അതിനാധാരമായിട്ട് ഒരു വാക്യോടെ വായിച്ച് നമുക്ക് അവസാന ഭാഗത്തേക്ക് വരാൻ ചുരുക്കാൻ ആഗ്രഹിക്കാം. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി, അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്നൊരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. ഞാൻ അതിനൊന്ന് വിശദീകരിക്കാം, എല്ലാവരും കേൾക്കണം ശാന്തമായി കേട്ടോ. പൗലോസ് അപ്പോസ്തലന്റെ ചരിത്രമാണ് 9-ാം അധ്യായത്തിൽ പറയുന്നത്. ദൈവസഭയെ ഉപദ്രവിക്കാൻ വേണ്ടി തെറ്റിദ്ധരിക്കപ്പെട്ടവനായി മഹാപുരോഹിതന്മാരുടെ അധികാരപത്രവുമായിട്ട് അദ്ദേഹം ഓടുകയാണ് യെരൂശലേമിന്റെ വെളിയിലേക്ക്. ഇന്നും ലോകത്തിൽ അറിയപ്പെടുന്ന ദമാസ്കസ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായിരിക്കുന്ന ഒരു പട്ടണം. ആ പട്ടണത്തിൽ കുറച്ചാളുകൾ യേശുക്രിസ്തുവിനെ സേവിച്ചും ആരാധിച്ചും പോരുന്നവരുണ്ടെന്നറിഞ്ഞു. അവരെ പിടിച്ചു കെട്ടി യെരൂശലേമിൽ കൊണ്ടുവന്ന് ആഘോഷമാക്കി മാറ്റാൻ ശൗലിൻ്റെ നേതൃത്വത്തിൽ, പൗലോസിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ യാത്ര ചെയ്യുകയാണ്. വാഹനമൃഗത്തിൽ, ഒറ്റയ്ക്കല്ല, തന്നോടുകൂടെ ഒരു കൂട്ടം ആളുകളുണ്ട്. ഇനി ഞാൻ പറയുന്നത് അതീവ ഗൗരവത്തോടെ ശ്രദ്ധിച്ചേ. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ 3-ാം വാക്യത്തിൽ വായിച്ചത് ഇങ്ങനെയാണ്: നട്ടുച്ചയ്ക്ക് ദമാസ്കസ് പട്ടണത്തിൻ്റെ ഗോപുരവാതിലിലേക്ക് പൗലോസ് അടുക്കുമ്പോൾ സ്തോത്രം
ഉച്ചയ്ക്ക് സൂര്യനെ വെല്ലുന്നൊരു പ്രകാശം. എന്താ എഴുതിയിരിക്കുന്നത്? ആ സുവിശേഷ വിരോധ സംഘം അല്ലെങ്കിൽ ദൈവസഭയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് കയറി ചെല്ലുന്ന ആ ഒരു ടീമോ ഒരു സംഘം, അവരെ എല്ലാവരെയും ചുറ്റി മിന്നി നല്ല എഴുതിയിരിക്കുന്നേ. ആ വാക്ക് പാസ്റ്റ് വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങളുടെ ബൈബിളിൽ നോക്കി, അവന്റെ ചുറ്റും മിന്നി. എന്നെ അത് അതിശയിപ്പിച്ചു. കാരണം ഇത്രയും പേരിവിടെ ഇരിക്കുന്നു. ഇത്രയും പേരിവിടെ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു വെളിച്ചം, ഒരു പ്രതിഭാസം, അത് ഇത്രയും ആളുകളുടെ ഇടയിലേക്ക് വരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരാളെ മാത്രം അത് ചുറ്റി മിന്നണമെങ്കിൽ അതിനകത്തൊരു ദിവ്യത്വം ഉണ്ടാവും. അല്ലെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഒരു വിളക്ക് കത്തിയാൽ എല്ലാവർക്കും മേൽ മിന്നാം. ഒരു ലൈറ്റിനിങ് ഉണ്ടായാൽ ആ ഒരു ഏരിയയിലിരിക്കുന്ന മുഴുവൻ ആളുകളെ അടിക്കാം. പക്ഷെ ഈ വെളിച്ചത്തിൻ്റെ പ്രത്യേകത, ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് നിന്നാൽ ആരെയാണോ സ്വർഗം ലക്ഷ്യമാക്കിയത് അവരെ മാത്രമേ ചുറ്റിമിന്നുള്ളൂ. മനസ്സിലായോ? ഞാനൊരു ദൂത് പറയാം. നിൻ്റെ വീട്ടിൽ 5 പേര് കാണും, ചിലപ്പോൾ 7 പേര് കാണും. ഈ വെളിച്ചം 7 പേരെയും കൂടി ചുറ്റി മിന്നിയിട്ട് ഇറങ്ങാന്നോർത്താൽ ചിലപ്പോൾ ആയുസ്സിൽ നടന്നെന്നിരിക്കുകയല്ല. ഇത് നിൻ്റെ വീട്ടിൽ ഞങ്ങളൊക്കെ അനുഭവിച്ച സത്യം പറയാം. ഇവിടെ ഇരിക്കുന്ന പലരും ഇന്ന് അനുഭവിക്കുന്ന സത്യം പറയാം. ദൈവം പല വീടിലും ചിലപ്പോൾ അമ്മയെ മാത്രം അങ്ങ് ചുറ്റി മിന്നും. ഈ പ്രകാശം ഇത് ചുറ്റി മിന്നുമ്പോൾ അവരനുസരിച്ച് മുന്നോട്ടിറങ്ങിയാൽ അവർ നിമിത്തം ഒരു കൂട്ടം ആളുകൾ ദൈവത്തിങ്കിലേക്ക് വരും. ചിലപ്പോൾ നേഴ്സിംഗ് പഠിക്കാൻ പോയ ഒരു പെൺകുഞ്ഞ് ബാംഗ്ലൂർ പഠിക്കുമ്പോൾ അവരുടെ കൂടെ താമസിച്ച കൊച്ച് ഭാഗ്യം കൊണ്ട് പ്രാർത്ഥിക്കുന്ന കൊച്ചായിരുന്നു. അവളുടെ കൂടെ താമസിക്കുമ്പോൾ സ്തോത്രം, ആ പ്രാർത്ഥനാ മധ്യത്തിൽ എപ്പോഴെങ്കിലും ഇവിടെ നിന്ന് പഠിക്കാൻ പോയ 18 വയസ്സുകാരി 19 വയസ്സുകാരി പെൺകൊച്ചിനെ ആ പ്രകാശം ചുറ്റിമിന്നി. അവളിവിടെ വന്നപ്പോൾ പ്രാർത്ഥനയ്ക്ക് മാറ്റം വന്നു, അവളുടെ ആത്മീയത്തിന് മാറ്റം വന്നു. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അതിനെ ശാസിച്ചൊതുക്കരുത്. നിങ്ങളുടെ വീട്ടിലേക്കുള്ള ദൈവത്തിൻ്റെ പ്രകാശമാണ് അവൾ കൊണ്ടുവന്നത്. ആയിരക്കണക്കിന് സാക്ഷികളെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുതരാം. വിദേശ രാജ്യത്ത് ജോലിക്ക് പോയ സ്തോത്ര ഹല്ലേലൂയ മോൻ, അവിടെ ചെന്നവൻ ചിലപ്പോൾ കഷ്ടവും പ്രയാസമൊക്കെ ആയിരിക്കും. അമ്മ അറിയിക്കേണ്ട, വീട്ടിൽ അറിയിക്കേണ്ട നോർത്തണം ഞെരുങ്ങി നിൽക്കുകയായിരിക്കാം. അപ്പോഴായിരിക്കും പ്രാർത്ഥിക്കുന്നൊരു കൂട്ടത്തിൽ ചെന്ന് വെട്ടത്. ഭാഗ്യവശാൽ ഇവിടെ നിന്ന് പോകുമ്പോൾ അവൻ എങ്ങനെ ആയിരിക്കും എന്ന് പറയാനൊക്കില്ല. ചിലപ്പോൾ എത്രയോ പേരെ അറേബ്യൻ മരുഭൂമിയിൽ വെച്ച് ഈ പ്രകാശം ചുറ്റിമിന്നി. അവർ നാട്ടിൽ ആള് മാറി വന്നു. ഇന്ന് രാത്രി ഞാൻ ഈ ഭാഗം പ്രത്യേകം എടുത്തു പറയുന്നത്, ഈ അടുത്ത സമയത്ത് നിൻ്റെ ഭർത്താവിനില്ലാത്തൊരു പ്രകാശനം, നിൻ്റെ അമ്മയ്ക്കില്ലാത്തൊരു പ്രകാശനം നിന്നെ ചുറ്റിമിന്നാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് നിൻ്റെ ജീവിതത്തിൻ്റെ രക്ഷയാണെന്ന് എണ്ണിക്കൊണ്ട് ഇന്ന് രാത്രികാലം യേശുവിന് കൈകൊടുക്കാൻ ആര് തയ്യാറാകുന്നോ അവരെ ദൈവമായ കർത്താവ് ദേശത്തൊരഭിമാനമാക്കാൻ, അവരെ സാക്ഷിയാക്കാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ജീവൻ്റെ തേജസ് ഇന്ന് രാത്രി ഇവിടെ ചുറ്റിമിന്നുന്നുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. ഈ വെളിച്ചം എവിടെയൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ അവിടെയൊക്കെ ഭയങ്കര വിടുതൽ നടന്നിട്ടുണ്ട്. സ്തോത്രം. വായിക്കാതെ പറയാം. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് എന്ന ഒന്നാമനായിരിക്കുന്ന അപ്പോസ്തലനെ സ്തോത്ര ഹെരോദ രാജാവ് കൈയും കാലും ചങ്ങലയ്ക്കും ആമത്തിനും അകത്തുമിട്ട് അകത്തെ കാരാഗ്രഹത്തിനകത്ത് അടച്ചിരിക്കുക. സ്തോത്രം. കാരാഗ്രഹത്തിന് 2 ഭാഗമുണ്ടെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. വലിയ ക്രിമിനൽ കുറ്റമൊന്നും ചെയ്യാത്ത സാധാരണ കുറ്റവാളികളെ 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ വിട്ടയക്കാവുന്ന ചെറിയ കുറ്റങ്ങൾ ചെയ്തവരെ കാരാഗ്രഹത്തിൻ്റെ മുൻവാതിൽ തുറന്ന് അതിനകത്തിടും. എന്നാൽ രാജ്യദ്രോഹ കുറ്റമോ സ്തോത്രം അതുപോലത്തെ പ്രധാന കുറ്റം ചെയ്തവരെ ഇതിനൊരു ഉൾമുറിയുണ്ട്. വെളിച്ചം പോലും ഇല്ലാത്ത കൊച്ചൊരു മുറിയാണ്, കൽ തുറങ്കാണത്. അതിനകത്തേക്കിടും. പത്രോസിനെ ഇട്ടത് അകത്തെ തടവിലാണ്. പട്ടാളക്കാരെ കൂടി ചേർത്ത് ബന്ധിച്ചു. കാലുകൾ ആമത്തിലിട്ടു, കൈകൾ ചങ്ങലക്കിട്ടു. നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും 12-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തിയിൽ. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: രാത്രിയിൽ ആ അറയ്ക്കകത്തൊരു വെളിച്ചം പ്രകാശിച്ചു. ഹല്ലേലൂയ. ആരും തീപ്പട്ടി ഉരയ്ക്കാനില്ലാത്ത, ആരും വിളക്ക് കത്തിക്കാനില്ലാത്ത, ഒരു തരി വെളിച്ചം കയറാത്ത, പട്ടാളക്കാർ കാവൽ നിൽക്കുന്ന, കണ്ണിൽ എണ്ണയൊഴിച്ച് കാവൽ നിൽക്കുന്ന, അകത്തെ മുറിക്കകത്ത് പ്രകാശിക്കാൻ കഴിയുന്ന ഒരു വെളിച്ചം ലോകത്തിലുണ്ടെങ്കിൽ യേശു അല്ലാതെ മറ്റാരാണത്? ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
ആരൊക്കെ കാവൽ നിന്നാലും, ആരൊക്കെ അടച്ചുപൂട്ടി ബന്ധിച്ചാലും, നിന്റെ വീടിനകത്ത് ഈ പ്രകാശം കയറണമെന്ന് സ്വർഗം നിശ്ചയിച്ചാൽ ആർക്കും എതിർക്കാൻ കഴിയില്ല. ഒരു രാജ്യത്തെ മുഴുവൻ സൈന്യത്തെ കാവൽ നിർത്തിയാലും ചില കുടുംബങ്ങൾക്കകത്ത് ഈ വെളിച്ചം കയറിയിരിക്കുമെന്ന് പരിശുദ്ധാത്മ പ്രേരിതനായി ഈ നാട്ടിൽ വന്ന് പ്രസംഗിക്കാൻ ദൈവം എന്നെ അയച്ചതുകൊണ്ട് ആത്മാവിൽ ഞാൻ പറഞ്ഞിട്ട് പോകുകയാണ്. ദൈവം പറയുന്നു, ഈ നാട്ടിലെ ചില കുടുംബത്തിനകത്ത് പത്രോസിന്റെ കാരാഗ്രഹത്തിനകത്ത് കയറിയതുപോലെ ആരൊക്കെ എതിർത്താലും ചില കുടുംബത്തിനകത്ത് ഈ വെളിച്ചം കയറും. ആ വെളിച്ചം അകത്ത് കയറിയ മാത്രയിൽ ചങ്ങലകൾ അഴിഞ്ഞു, ആമം തകർന്നു. ഞാൻ അവസാനിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയാം, എത്ര വലിയ നുകങ്ങളും ഈ വെളിച്ചം കയറിയെടുത്ത് തകരും. ആര് കെട്ടിയ കെട്ടാണെങ്കിലും ആ ചങ്ങല പൊട്ടും. നീ പുറത്തു വരാതിരിപ്പാൻ നിന്റെ ആയുസ്സിന് മണിക്കൂറിൻ്റെ ദൈർഘ്യം മാത്രം വെച്ച്, എണ്ണം പറഞ്ഞ് വരുതി വെച്ച്, ദിവസം പറഞ്ഞ് കെട്ടിയിരിക്കുന്ന സ്തോത്രം ഇതുപോലത്തെ കെട്ടുകളെ രാത്രിക്ക് രാത്രി വെളിച്ചം കയറി പുറത്തു കൊണ്ടുവന്ന ചരിത്രം വേദപുസ്തകത്തിനല്ലാതെ വേറൊരു പുസ്തകത്തിനും പറയാനില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിച്ച് നിർത്തുമ്പോൾ ഇങ്ങനെ പറയാം, ഏതു മനുഷ്യനും ആവശ്യമായ വെളിച്ചം, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം ഇന്ന് രാത്രി ഈ പ്രസംഗം നടക്കുമ്പോൾ ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. സ്തോത്രം. കഴിവ് കുറഞ്ഞു പോയെന്നോ, ബുദ്ധി കുറഞ്ഞു പോയെന്നോ, സ്തോത്രം അബദ്ധം പറ്റിപ്പോയെന്നോ, കുരുക്ക് വീണു പോയെന്നോ, നുകം കഴുത്തിൽ വീണു പോയെന്നോ ഒന്നും പറഞ്ഞ് ഭാരപ്പെടണ്ട. യേശു ഉള്ളിടത്തോളം കാലം പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അവരോട് ഇന്ന് രാത്രി പറയുന്നു, നിനക്കിനിയും ശോഭിക്കാം, നിനക്കിനിയും മാനിക്കപ്പെടാം, നിന്റെ ജീവിതം ഇതിനേക്കാൾ തെളിയപ്പെടാം. എത്ര പേരിന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ തയ്യാറാകും? കർത്താവേ, എനിക്കിതിനേക്കാൾ കുറേയും കൂടി പ്രകാശിക്കണം. ആത്മീകത്തിലാണെങ്കിലും ഭൗതികത്തിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ കുടുംബത്തിനും കുറേയും കൂടി പ്രകാശിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അവർ മാത്രം സ്വർഗത്തിലേക്ക് കരമൊന്നുയർത്ത്. ഹല്ലേലൂയ. എനിക്ക് കുറച്ചുകൂടെ പ്രകാശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ അവർ മാത്രം കരമൊന്നുയർത്ത്. ആ കരമുയർത്തിയവർ മാത്രം ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കുക, എഴുന്നേറ്റ് നിൽക്കുക. കരമുയർത്തിയവർ മാത്രം ദൈവത്തിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുക. ഹല്ലേലൂയ. സ്വർഗം നിങ്ങളുടെ കരമുയർത്തിയത് കണ്ടിട്ടുണ്ട്, നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, സ്തോത്രം, ഒരല്പസമയത്തേക്ക്, കൂടിയാൽ 4-5 മിനിറ്റിൽ താഴെ, അത്രയും സമയത്തേക്ക് നമ്മൾ ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ സ്തോത്രം, കർത്തൃദാസന്മാരെല്ലാം ആവർത്തിച്ച് പറഞ്ഞതുപോലെ പ്രാണിയും സ്തോത്രം നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളും ഈ സ്തോത്ര തലയ്ക്ക് മീതെ പാറി നടക്കുന്നുണ്ട്. അതെല്ലാം മറക്ക്. എന്നിട്ട് ഇന്ന് രാത്രികാലം ഹല്ലേലൂയ, യേശുവിൻ്റെ നാമത്തിൽ കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ എന്നെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചം ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്നോടെ ഉയർത്തി കാണിക്കുന്നു. ഏത് ശക്തിയെയും തള്ളി മാറ്റിക്കൊണ്ട്, ഇരുട്ടിൻ്റെ ഭയാനകതയെ മാറ്റിക്കൊണ്ട് അവരെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചം ഇന്ന് രാത്രികാലം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. എത്ര പേർ സ്തോത്രം പറഞ്ഞു നിൽക്കും? എത്ര പേർ സ്തോത്രം പറഞ്ഞു നിൽക്കും? ഞാൻ ഒന്നുകൂടെ പറയുന്നു, നിങ്ങളുടെ ശരീരത്തിൽ വ്യാപരിക്കുന്ന പല രോഗങ്ങളും അത് രോഗമല്ല, സ്തോത്രം, ഇരുട്ടിൻ്റെ ശക്തിയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു നിൽക്കുമ്പോൾ എത്ര പേർക്ക് ഇന്ന് രാത്രി ഒറ്റ വാക്കുകൊണ്ട് സൗഖ്യമാക്കുന്ന ഈ വെളിച്ചം കയറുമ്പോൾ വിടുതൽ തരുമെങ്കിൽ സ്വർഗത്തിൽ ദൈവത്തിൽ സ്ഥലം എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറാകും? ഹല്ലേലൂയ. നിങ്ങൾ റേഡിയേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? എന്നൊന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. നിങ്ങൾ റേഡിയേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് ആ വസ്തുത? മനുഷ്യ ശരീരത്തിനകത്തേക്ക് തുളച്ച് കയറുന്ന ഒരുതരം രശ്മിയാണ്, ഒരുതരം പ്രകാശമാണ്. മനുഷ്യൻ കണ്ടുപിടിച്ച ഒരുതരം രശ്മിയാണ് അത്. സ്തോത്രം. ഹല്ലേലൂയ. കേട്ടെ, എന്നെ ശ്രദ്ധിച്ചേ. ശരീരത്തിനകത്തേക്ക് ഇടിച്ചു കയറുമ്പോൾ ക്യാൻസറിൻ്റെ സെല്ലുകളെ കരിച്ചു കളയും. മനുഷ്യൻ കണ്ടുപിടിച്ച ബുദ്ധിക്ക് നിരക്കുന്ന സത്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം നിന്റെ അകത്ത് കയറിയിരിക്കുന്ന പാപത്തിന്റെ ശക്തിയെ കരിച്ചു കളയാൻ അകത്തേക്ക് കയറുന്നൊരു വെളിച്ചമുണ്ട്. അത് മറ്റാരുമല്ല, യേശുക്രിസ്തു എന്ന സത്യ വെളിച്ചം. ആ വെളിച്ചം അകത്ത് കയറുമ്പോൾ ക്യാൻസറിനേക്കാൾ ഭയാനകമായ, മനുഷ്യനെ തകർത്ത് കളയുന്ന, നിന്റെ ബുദ്ധിയെ മരവിപ്പിച്ച് കളയുന്ന, നിന്റെ സ്നേഹം തണുപ്പിച്ച് കളയുന്ന, നിന്റെ ജീവിതത്തെ തകർത്ത് കളയുന്ന എല്ലാ കെട്ടുപാടുകളെയും അകത്തേക്ക് കയറുന്ന യേശുവെന്ന സ്നേഹം, ആ വലിയ ദീപം, ആ വലിയ പ്രകാശം ഇന്ന് രാത്രി വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര പേര് ദൈവസന്നിധിയിൽ ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് ദൈവത്തിൻ്റെ കൃപയിൽ ബലപ്പെടാൻ ആഗ്രഹിക്കുന്നവരെല്ലാം സ്തോത്രം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രകാശനം അനുസരിച്ച്
കരമുയർത്തിയോ കരമടിച്ചോ ഏതെങ്കിലും വിധത്തിൽ ആത്മാവിൽ പ്രതികരിച്ചുകൊണ്ട് പറ, യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു നിർത്താൻ തുടങ്ങുമ്പോൾ യേശുവേ ആ പ്രകാശം ഇന്ന് ഹൃദയത്തിൽ കയറട്ടെ, ശരീരത്തിൽ കയറട്ടെ, വീട്ടിൽ കയറട്ടെ, കുടുംബ ജീവിതത്തിൽ കയറട്ടെ, ദേശത്ത് പ്രകാശിക്കട്ടെ. തലമുറകളെ വകഞ്ഞു വെച്ചിരിക്കുന്ന, കുടുംബാംഗങ്ങളെ പിടിച്ചു വെച്ചിരിക്കുന്ന ഇരുട്ടിന്റെ ഭയാനക ശക്തിയെ ഇന്ന് രാത്രി യേശു തൊടുന്നു. സൗഖ്യമാകേണ്ടവർ, വിടുതൽ കിട്ടേണ്ടവർ, വഴി തുറക്കേണ്ടവർ, കടം മാറേണ്ടവർ, യേശു നിമിത്തം പ്രകാശിക്കപ്പെടേണ്ടവർ ഇന്ന് രാത്രികാലം നിന്നെ മാത്രം ചുറ്റിമിന്നുന്ന ഉടരബാല ശബ്ദനാരകക്ഷസ്യ നിന്നെ മാത്രം ചുറ്റിമിന്നുന്ന ബ്രദർ കരമടിച്ച് സ്തോത്രം ചെയ്യുമ്പോൾ നീ അറിയുന്നുണ്ടോന്ന് എനിക്കറിയില്ല, സഹോദരി നീ അറിയുന്നോന്ന് എനിക്കറിയില്ല, നിന്നെ മാത്രം ചുറ്റിമിന്നുന്നൊരു വെളിച്ചം, നിന്നെ മാത്രം ചുറ്റിമിന്നുന്നൊരു വെളിച്ചം ഇന്ന് രാത്രി അനുഭവിക്കുന്ന ദൈവമക്കൾ അവര് മൗനമാകാതെ ചേർന്ന് കരമടിച്ചു സ്തോത്രത്തോടെ എല്ലാ ദൈവമക്കളും നിങ്ങളുടെ ചുറ്റും ആ പ്രകാശം മിന്നട്ടെ, ഇരുട്ട് മാറട്ടെ, വെളിച്ചം വീശട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ, സ്വഭാവം മാറട്ടെ, ആരോഗ്യം മടങ്ങി വരട്ടെ, ജീവിതം മടങ്ങി വരട്ടെ, ദൈവ തേജസ് മടങ്ങി വരട്ടെ. നിങ്ങൾ കരമടിക്കുന്ന കൂടെ ദേശം പ്രകാശിക്കട്ടെ, ഈ നാട്ടിൽ ദൈവത്തിന്റെ സഭ ശക്തമായി പ്രകാശിക്കട്ടെ, ഒതുങ്ങിപ്പോകാൻ ഇടയാകാതിരിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, കരമടിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം, അന്യഭാഷ പറയുന്ന ദൈവമക്കൾക്കായി സ്തോത്രം, സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്നവർക്കായി സ്തോത്രം. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, ആരാധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇവരുടെ രോഗികൾ സൗഖ്യമാകട്ടെ. പത്രോസ് കടന്ന് ആ ഉൾമുറിക്കകത്ത്, അകത്തെ തടവറയ്ക്കകത്ത് വെളിച്ചം കയറിയപ്പോൾ ചങ്ങല അഴിഞ്ഞതുപോലെ, ആമം തകർന്നതുപോലെ ഇന്ന് രാത്രി ചില കെട്ടുകൾ അഴിഞ്ഞു പോട്ടെ കർത്താവേ. പൗലോസ് എന്ന ദാഷ്ട്യക്കാരൻ, സഭയെ മുടിച്ചവൻ, തെറ്റിദ്ധാരണ കൊണ്ട് സഭയെ ഉപദ്രവിച്ചവൻ, ആ വെളിച്ചം ചുറ്റി മിന്നിയതോട് കൂടെ അവൻ കുഞ്ഞാടായി മാറിയതുപോലെ ഈ നാട്ടിലെ ചിലരെ എന്റെ യേശുവിന്റെ വെളിച്ചം, ക്രിസ്തുവാകുന്ന വെളിച്ചം ചുറ്റി മിന്നണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഇരുട്ടിന്റെ സകല പോരുകളും മാറട്ടെ, സകല വിടുതലുകളും ദൈവം അയക്കട്ടെ. ഈ ദേശത്തെ ദൈവസഭയ്ക്കായി, ഇവിടെ വന്ന ദൈവമക്കൾക്കായി, ഈ വചനം കേട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. രോഗത്തിന്റെ ലക്ഷണത്തിൽ കർത്താവെ ബയോപ്സിക്കും മറ്റിതര ട്രീറ്റ്മെന്റിനൊക്കെ വിധേയപ്പെടാൻ ദുഷ്ടൻ വിധിച്ചിരിക്കുന്ന വിധികൾ ഈ നാട്ടിൽ നിന്ന് മാറിപ്പോകേണ്ടതിന് അങ്ങയുടെ വെളിച്ചം ഈ നാട്ടിൽ പ്രകാശിക്കട്ടെ. അപ്പാ, ആത്മഹത്യകൾ ഉണ്ടാകരുതേ, കുടുംബ വഴക്കുകൾ ഉണ്ടാകരുതേ, കൊലപാതകങ്ങൾ ഉണ്ടാകരുതേ, കുടുംബ തകർച്ചകൾ ഉണ്ടാകരുതേ. ദൈവമേ കർത്താവേ, ഇവിടെ ഈ ദേശത്തെ ഒരു തലമുറയും പരാജയപ്പെടരുതേ. ദൈവഭക്ത